ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മാനസികം സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മെന്റൽ തലത്തിലുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ നമ്മൾ എടുക്കുന്നത്. പരീക്ഷയുടെ സമയമായതുകൊണ്ട് എക്സാമിനേഷൻ ടിപ്സ് എന്നുള്ള ആ രീതിയിൽ ഇത് 9ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഒരു മൈൻഡ് പവർ ട്രെയിനറാണ് ശശികല മാം. ഇതിനു മുമ്പും ക്ലാസ്സുകൾ മൈൻഡ് പവറുമായിട്ട് എടുത്തിട്ടുണ്ട്. എക്സാമിനേഷനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് അത് ഒരു ആർട്ടിനെ പോലെ എത്ര മനോഹരമായി സവിശേഷമായ രീതിയിൽ അതിനെ സമീപിക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ശശികല മാമിനോട് നമുക്ക് കേൾക്കാം. ശശികല മാം 2 സ്ഥാപനങ്ങളുടെ ഡയറക്ടറാണ്. പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സർവീസിന്റെ തലത്തിൽ നിന്നുകൊണ്ട് വളരെ ക്രിയേറ്റീവായ ഒത്തിരി വർക്കുകൾ ചെയ്യുന്നു. ലൈഫ് മന്ത്ര, അതുപോലെ തന്നെ ഇമോഷണൽ ഹബ്, ഇങ്ങനെയുള്ളിടത്തൊക്കെ ഇംഗ്ലണ്ടിലേക്ക് ചീഫ് കോർഡിനേറ്റർ ആണ്. സോ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ശശികലനെ ക്ഷണിക്കുകയാണ്. മാം, യു ആർ വെൽക്കം. നമസ്കാരം സാർ. എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക്, പിന്നെ 1070ാം എപ്പിസോഡിൽ എന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച പിന്നെ സാബു സാറിനും എന്നെ കേൾക്കാനെത്തിയ ഓരോ വ്യക്തികൾക്കും ഞാൻ പ്രണമിച്ചുകൊണ്ട് എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ആർട്ട് ഓഫ് എക്സാം ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് തുടങ്ങണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ഒരുപാട് പാളിച്ചകൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആ കോൺഫിഡൻസ് വരണമെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാകണം. ഈ ബാലൻസ്ഡ് മൈൻഡ് മോട്ടിവേഷനിലൂടെ അല്ല കിട്ടുന്നത്. നമുക്ക് ആ ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടെങ്കിൽ ഈ എക്സാം, ഇപ്പൊ പറയുന്ന എക്സാം ഫിയർ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ നമ്മൾ എക്സാമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ വാക്കുകൾ തന്നെ ഈ എക്സാമിന് അനുയോജ്യമാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എക്സാമിനെ ഒരു ഫിയർ ആയിട്ടാണോ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്? എക്സാമിന് ഒരു ബാലൻസ്ഡ് മൈൻഡോട് കൂടി സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഫിയർ എന്ന വാക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊരു വാക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോ നമുക്കൊരു ഗോളിലോട്ടാണ് നമ്മൾ നീങ്ങുന്നതെങ്കിൽ, എക്സാം എന്ന് പറയുന്നത് നമ്മളൊരു ഗോളാണ്. അപ്പൊ അത് സ്പെസിഫിക് ആയിരിക്കണം, അതിന് ഒരു ടൈം ബൗണ്ട് ഉണ്ടായിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം, അത് ലോജിക്കൽ ആയിരിക്കണം. ഇത്രയുമാണ് നമ്മളൊരു ഗോളിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. എത്ര കുട്ടികളാണ് ഈ എക്സാമിനെ ഇങ്ങനെ ഒരു ഗോൾ ആണ് എന്ന് കരുതി അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? പല കുട്ടികൾക്ക് എക്സാം വരുമ്പോൾ നമ്മൾ കാണുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകുന്നു. അവർ പഠിച്ചത് പലതും മറന്നു പോകുന്നു, അവർക്ക് മെമ്മറി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മളെയൊക്കെ സ്ഥിരം സമീപിക്കാറുണ്ട്. അവർക്ക് ദേഹം മുഴുവൻ വേർത്ത് വല്ലാണ്ട് കുഴഞ്ഞു പോകുന്ന ഒരു ഫീലിംഗ് തലേദിവസം ഉണ്ടാകുന്നു. രാവിലെ അവർക്ക് വയറിൽ നിന്ന് എരിച്ചിൽ കത്തുന്നത് പോലെ തോന്നുന്നു. ഇങ്ങനെ പല പ്രോബ്ലംസ് നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പൊ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് വളരെ നിഷ്പ്രയാസം തന്നെ കൈകാര്യം ചെയ്യാം. ഈ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലെ ചിന്തകളാണ്. ചിന്തകൾ പ്രകാശത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ് നമ്മുടെ ചിന്തകൾ. അപ്പൊ ആ ചിന്തകളെയാണ് നമ്മൾ മനസ്സിനെ നമ്മുടെ പരിധി ആദ്യം കൊണ്ടുവരണം. ഉദാഹരണത്തിന്, നമ്മൾ ആരെങ്കിലും ഓടിക്കുന്ന ഒരു വണ്ടിയിൽ ഇരുന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സീനറീസ് വരുമ്പോൾ നിർത്തി ഒന്ന് ഫോട്ടോ എടുക്കാനോ, അല്ലെങ്കിൽ നമുക്ക് സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കാനോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് ഇറങ്ങാനോ ഒക്കെ വിചാരിച്ചാൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഉദ്ദേശിച്ചാണ് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് കാണുന്ന ഒരു സ്ഥലവും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ആ വണ്ടിയുടെ നിയന്ത്രണം ആ ഡ്രൈവറുടെ കയ്യിലാണ്. അതിനുവേണ്ടി നമ്മൾ പേയ്മെന്റിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് ആ വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ നമ്മൾ നിർത്തുന്ന സ്ഥലത്തെല്ലാം നമുക്ക് നിർത്തി വളരെ ഭംഗിയായിട്ട് ആ സീനറീസ് എല്ലാം ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും. മനസ്സ് നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാലേ ഇതിനെല്ലാം നമുക്കൊരു പരിഹാരമാവുള്ളൂ. മനസ്സ് നമ്മളുടെ കൈപ്പടിയിൽ നമുക്ക് എങ്ങനെ ഒതുക്കാം? മനസ്സിന്റെ ഏറ്റവും വലിയ ആഹാരം എന്ന് പറഞ്ഞാൽ ചിന്തകളാണ്.
ഇപ്പൊ എക്സാം സമയത്ത് എല്ലാരും ചിന്തിക്കുന്നത് ആ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് എങ്ങനെയായിരിക്കും, അതിന്റെ ആൻസേഴ്സ് എങ്ങനെയായിരിക്കും, അതിൽ കിട്ടുന്ന സ്കോർ എങ്ങനെയായിരിക്കും, അതിന്റെ റാങ്കിങ് എങ്ങനെയായിരിക്കും, പിന്നെ അതിലൂടെ എനിക്കുണ്ടാകുന്ന അച്ചീവ്മെന്റ്സ്, എനിക്ക് നേടുന്ന പ്ലേസ്മെന്റ്, ആ പ്ലേസ്മെന്റിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടും. നമ്മളൊന്ന് മാത്രമല്ല, പാരന്റ്സും പിന്നെ ടീച്ചേഴ്സും സമൂഹവും ഒക്കെ എങ്ങനെയാണ് എക്സാം എന്ന് പറയുമ്പോൾ അത് ഫേസ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കും. ശരിക്കും നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്തതാണ് ഈ കാര്യം. ഇതൊക്കെ ഡ്രീംസ് ആണ്. എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും കൺട്രോൾഡ്, നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ആദ്യം ശ്രമിക്കണം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ അതിനു വേണ്ടി നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക. അത് സിലബസ് എന്താണ്, അത് ടൈം ബൗണ്ടായിട്ട് നമ്മൾ അതിനെ കാണുക. ടൈം എങ്ങനെ നമ്മൾ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിനുവേണ്ടി നമ്മൾ എത്ര എഫേർട്ട് എടുത്തു, ഇതൊക്കെ നമ്മളുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്താൽ ബാക്കി മറ്റു നമ്മുടെ ഡ്രീംസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. നമ്മുടെ കയ്യിലുള്ളതല്ല, നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ കൺട്രോളിലുള്ള കാര്യം ചെയ്യാതെ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ കൺട്രോളിലല്ലാത്ത കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിന്തകൾ നമ്മൾ കളയുന്നത്. വേസ്റ്റ് തോട്ടാണ് മുഴുവൻ. അവിടെയാണ് നമുക്ക് ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും പരീക്ഷ പേടിയൊക്കെ ഉണ്ടാകുന്നത്. ജീവിതം തന്നെ ഒരു എക്സാമിനേഷനാണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് വെക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വായുവാണ് ആ ഇന്റേണൽ ഓർഗൻസിനെ പ്രവർത്തിക്കുന്നത്. അതും ഒരു എക്സാമാണ്. നമ്മൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ കറക്റ്റായിട്ട് വെച്ചാലേ നമ്മുടെ ഉള്ളിൽ ആ പ്രപഞ്ചത്തിൽ വരുന്ന ആ ശ്വാസം നമ്മുടെ ഉള്ളിൽ കയറി ഭംഗിയായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. അതൊരു വലിയ എക്സാമാണ്. ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട് നമ്മളെല്ലാവരെയും കൊണ്ടുപോവുകയാണ് ബാസ്കറ്റ് ബോൾ കളിക്കുന്നതിന്. അപ്പോൾ അതിനകത്ത് നമ്മൾ യുണീക്കാണ്. കൊണ്ടുപോകുമ്പോൾ ചിലർക്ക് ബാസ്കറ്റ് ബോൾ വളരെ താല്പര്യമായിരിക്കും. ഒരുപാട് ഗോളുകൾ ഇങ്ങനെ ആ ബാസ്കറ്റ് ബോളിലോട്ട് അടിച്ച് ഇടും. ചിലർ 1 or 2 ഗോൾ അടിക്കും. ചിലർക്ക് എത്ര ഗോൾ അടിച്ചാലും അത് ആവേശമായിട്ട് അവരിങ്ങനെ ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കും. ചിലർ ജസ്റ്റ് ആ പന്തൊന്ന് തട്ടിക്കളിക്കും. ചിലർ ആ പന്തിനെ ഒന്ന് കയ്യിലെടുക്കും. ചിലർ ഗാലറിയിൽ ഇരിക്കും. ചിലർ എനിക്കെല്ലാം താല്പര്യമേ ഇല്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ചിലർ കാണികളായിട്ട് മാറി നിൽക്കും. ചിലർ കോർട്ടിൽ പോലും കയറത്തില്ല. ഈ സ്കോർ അടിക്കുന്ന ആളിനെ, ഈ ബാസ്കറ്റ് ബോൾ സ്കോർ അടിച്ച് വിൻ ചെയ്യുന്ന ആളിനെ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം വാനോളം പുകഴ്ത്തും 1 or 2 ദിവസം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ ജീവിതം എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലുള്ളൊരു പരീക്ഷയാണ് ഇങ്ങനെ ഉള്ളത്. പക്ഷെ ഇത് നമ്മൾ പാഠ്യഭാഗത്ത് നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ മെഷർ ചെയ്യാൻ നമ്മുടെ എബിലിറ്റീസ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ സ്കില്ല്, നോളജ്, റൈറ്റിംഗ് കപ്പാസിറ്റി, ഇതെല്ലാം മെഷർ ചെയ്യപ്പെടുന്ന ഒരു എക്സാമാണ്. പക്ഷെ നമ്മൾ ആരും തന്നെ ഈ എക്സാം ഒരുപോലെ പെർഫോം ചെയ്യാൻ കഴിയില്ല. എപ്പോഴും കമ്പാരിസൺ ആണ് നമ്മളുടെ ഉള്ളിൽ വരുന്നത്. സ്കോറിങ്ങിനെ കുറിച്ചുള്ള കമ്പാരിസൺ, പിയർ ഗ്രൂപ്പിൽ നിന്നുള്ള സമ്മർദ്ദം, ടീച്ചേഴ്സിന്റെ സമ്മർദ്ദം, പാരന്റ്സിന്റെ സ്വപ്നങ്ങൾ. പാരന്റ്സ് അധ്വാനിക്കുന്ന ഒരു നല്ല എമൗണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കുമ്പോൾ അവരുടെ സ്വപ്നമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് നല്ല സ്കൂളിൽ പഠിച്ച് നല്ല റാങ്ക് വാങ്ങി നല്ല ഒരു പൊസിഷനിൽ എത്തണമെന്ന് എല്ലാ പാരന്റ്സിനും ഉണ്ടാകുന്ന ആ ഒരു സ്വപ്നം. പക്ഷെ കുട്ടിയുടെ കാലിബർ എന്താണ്, കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നും എങ്ങനെയാണ് എക്സാമിനെ നമ്മൾ നേരിടേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരുന്നതാണ് ഈ ആങ്സൈറ്റിക്കും ഡിപ്രഷനും ചിലപ്പോൾ സൂയിസൈഡിലോട്ട് തന്നെ കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന കാരണം. നമ്മൾ ഡിസ്കവർ ന്യൂ സ്കിൽസ് ഇൻ സ്റ്റഡീസ്. എപ്പോഴും നമുക്ക് ഒരുപാട് സ്കിൽസ് നമ്മുടെ സ്റ്റഡീസിൽ ഉൾപ്പെടുത്താം. പുതിയ സ്കിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റഡിയെ മനോഹരമാക്കാം. ഇപ്പോൾ പുതിയ രീതിയിലുള്ള സ്മാർട്ട് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ രീതിയിലുള്ള പഠന രീതികളൊന്നുമല്ല. കുട്ടികളെല്ലാം സ്മാർട്ട് ഫോണും ലാപ്ടോപ്പിന്റെയും ഒക്കെ സഹായത്തിലാണ് അവരുടെ പഠനം നടക്കുന്നത്. നമുക്ക് പുതിയ സ്കിൽസ് സ്റ്റഡീസ് നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പൊ എൻ്റെ സ്കിൽ എന്താണ് എൻ്റെ സ്റ്റഡിയിലെന്ന് അതെനിക്കേ അറിയാവൂ. എനിക്ക് വായിക്കുന്നതാണോ ഇഷ്ടം, എഴുതി പഠിക്കുന്നതാണോ ഇഷ്ടം, അതോ മൗനമായിട്ടിരുന്ന് പഠിക്കുന്നതാണോ ഇഷ്ടം? അപ്പൊ എൻ്റെ സ്കിൽസ് എന്താണ് എൻ്റെ സ്റ്റഡീസിൽ എന്ന് ഞാൻ ആദ്യം കണ്ടെത്തുക. അതിനെ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്യുക. ഞാൻ ആ സിലബസ് ഓറിയന്റഡ് ആയിരുന്നുകൊണ്ട്
ആ സിലബസിനകത്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിൽ ഒരു ബാലൻസ്ഡ് മൈൻഡുള്ള ഒരാളിന് മാത്രമേ ഇത് കഴിയുള്ളൂ. എക്സാം എന്ന് പറഞ്ഞ് പേടിക്കുന്ന ഒരാളിന് ഇതിന് കഴിയത്തില്ല. ആ സിലബസ് ഓറിയന്റഡ് ആയിട്ട് അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് എൻ്റെ രീതിക്ക് നമുക്ക് ചില വേർഡ്സിൽ ചില കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റും, ചില കളേഴ്സ് ചില കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റും. നമ്മുടെ സ്കില്ല്, നമ്മുടെ പാഷൻ, നമ്മുടെ മെമ്മറി ഒക്കെ നമുക്ക് മനസ്സിലാക്കി അതിനനുസൃതമായി ഇപ്പൊ നമ്മൾ രാത്രി പഠിക്കുന്നതാണോ രാവിലെ പഠിക്കുന്നതാണോ, നമ്മൾ എത്ര സമയം ഇന്റർവെൽ എടുക്കണം. ഓരോരുത്തരും പറയും ബ്രെയിൻ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിയുമ്പോൾ ഓഫ് ആവും, അപ്പൊ നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എൻ്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എത്ര വരെ ആവുമ്പോൾ അത് ഒരു ലോട്ട് പോകുന്നു. അപ്പൊ ഞാൻ കുറച്ച് സമയം റിലാക്സ് ചെയ്യണം. അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അങ്ങനെ നമുക്ക് ന്യൂ സ്കിൽസ് നമ്മുടെ സ്റ്റഡീസിൽ നമുക്ക് തന്നെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പുമായിട്ടുള്ള കമ്പൈൻ സ്റ്റഡി ആണോ, നമ്മുടെ അതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഒപ്പീനിയൻ, നമുക്ക് സ്മാർട്ട് ഫോൺ നിൽക്കുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് അതിനുള്ള ഒരുപാട് മാധ്യമങ്ങളിലൂടെ നമുക്ക് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ സ്കിൽസ് നമുക്ക് ഒരുപാട് മെച്ചപ്പെടുത്താൻ പറ്റും. പക്ഷെ എത്ര പേർക്ക് ഇത്തരത്തിലൊരു ന്യൂ സ്കിൽസ് അപ്ലൈ ചെയ്തുകൊണ്ട് തൻ്റെ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മുടെ സ്കോറിങ്, അല്ലെങ്കിൽ അടുത്തൊരാളിന്റെ എൻ്റെ തൊട്ട് മുമ്പേ നിൽക്കുന്ന ഒരാളുടെ സ്കോറിങ്, അവൻ നല്ലപോലെ പഠിച്ചു, അവളെങ്കിൽ ആ കുട്ടി നല്ലപോലെ പെർഫോം ചെയ്തു, എനിക്ക് അതിന് കഴിയുമോ എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ആ സിലബസിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അങ്ങനെ നമുക്ക് ന്യൂ സ്കിൽസ് അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ ടെൻഷൻ കുറയും. നെവർ റിഗ്രറ്റ് യുവർ പാസ്റ്റ് എക്സ്പീരിയൻസ്. മുമ്പ് നമുക്ക് കിട്ടിയ റിസൾട്ടോ, അല്ലെങ്കിൽ മുമ്പ് ഞാൻ കുറെ പഠിച്ചു, എക്സാം കോളിൽ പോയപ്പോൾ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല, എൻ്റെ മെമ്മറിയിൽ നിന്നെല്ലാം പോയി, ഇവിടെയൊക്കെ നമ്മളുടെ ബ്രെയിൻ ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ ലോക്ക് വന്നു കഴിഞ്ഞാൽ മെമ്മറി ഷട്ട് ഡൗൺ ചെയ്യും. ഒരു മോട്ടിവേഷനിലൂടെ നമ്മളെങ്ങനെ പാരൻസും ടീച്ചേഴ്സും കൊണ്ടുപോയാൽ നമുക്കൊരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. നമ്മൾ സ്വയം തന്നെ എക്സാം എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, എൻ്റെ സ്കിൽസ് ഇതൊക്കെയാണ്, ഞാൻ കഴിഞ്ഞതിൽ നിന്നും ബെറ്റർ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞതിൽ എനിക്ക് കുറച്ച് മോശമായിരുന്നു, അപ്പോൾ ഞാൻ എൻ്റെ സ്കിൽസ് ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ടോ, ഇപ്പൊ ഞാൻ എന്തൊക്കെ പുതിയ സ്കിൽസാണ് ആഡ് ചെയ്യേണ്ടത്, എനിക്ക് എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ പ്ലസ് പോയിന്റ്സ് എന്താണ്, എൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള സബ്ജക്റ്റ് എന്താണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടീച്ചേഴ്സിനെ വിളിച്ചൊന്ന് സംസാരിക്കുകയോ, അല്ലെങ്കിൽ ട്യൂഷന് പോകുന്ന സാറിനോടൊന്ന് നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റും. നമുക്ക് നമ്മുടെ പാഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്റ്റഡിയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കഴിഞ്ഞ ആ ഒരു പാസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ നേടാൻ കഴിയും. പാസ്റ്റ് നമ്മൾ എംബ്രേസ് ചെയ്യുക, ഒരു ലേണർ ആയിട്ട് നമ്മൾ കാണിക്കുക. പാസ്റ്റ് എക്സ്പീരിയൻസിനൊക്കെ നമ്മൾ ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് നേടുക. കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി, അത് എന്തുകൊണ്ടാണ്, അത് എനിക്ക് മാത്രമേ അത് വിശകലനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസിന്റെ കുഴപ്പമാണോ, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതിന്റെ കുഴപ്പമാണോ, ഞാൻ പഠിച്ചതിന്റെ കുഴപ്പമാണോ, ഇങ്ങനെ നമുക്ക് തന്നെ സ്വയം വിശകലനം ചെയ്യാം. ഇവിടെ ഒന്നും നമ്മുടെ കൂടെ ആരും ഇല്ലാതെ തന്നെ നമ്മൾ നല്ല ഒരു മൈൻഡ് സെറ്റ് കുട്ടികളിൽ ഉണ്ടാക്കി കൊടുത്ത്, ഈ പരീക്ഷ എന്നൊരു മഹാവിപത്താണ്, അത് പഠിച്ചില്ലെങ്കിൽ നീ നല്ല മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതമേ പോകും, അല്ലെങ്കിൽ നീ ഔട്ട്ഡേറ്റ് ആയി പോകും, നിന്നെ നാട്ടുകാർ കളിയാക്കും, നിന്നെ ടീച്ചേഴ്സ് കുറ്റം പറയും, നിന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രസ്ട്രേഷൻസിലൂടെയാണ് കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടത്തില്ല, നിനക്ക് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തില്ല. ഇത് ഡ്രീംസ് ആണ്, പാരന്റ്സിന്റെ ഡ്രീംസ് ആണ് ഈ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ. ഇതിൽ നിന്നെല്ലാം അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, അവർ ബാക്കിലോട്ട് ചിന്തിക്കും. കഴിഞ്ഞ വർഷം ഇത്ര മാർക്ക് വാങ്ങിച്ചപ്പോൾ എൻ്റെ പാരന്റ്സ് എന്നെ ഇങ്ങനെ പറഞ്ഞു, ടീച്ചേഴ്സ് എന്നെ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഇപ്പോഴും മാർക്ക് പോലെ എന്നെ ഇങ്ങനെ പറയുമോ, എനിക്കൊരു അപ്രീസിയേഷൻ കിട്ടും. ഇതെല്ലാം അവരുടെ ഈ സ്റ്റഡീസിനെ വളരെയധികം ബാധിക്കും. എക്സ്പാൻഡ് യുവർ നോളജ്. നമുക്ക് എത്രത്തോളം നോളജ് നമുക്ക് വളർത്താൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ ലിമിറ്റഡ് ആണ്. നമ്മുടെ നോളജ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നോളജ് ഒരുപാട് വർദ്ധിക്കുന്നു. എക്സാം ടൈമിലൊക്കെ നമ്മളൊന്നും വേണ്ട, മുറ്റത്തൊരു കട്ടിലെടുത്തിട്ട് ഒന്ന് മലർന്ന് ഇങ്ങനെ കിടന്നാൽ തന്നെ എന്ത് സുഖം. ഒരു 10 മിനിറ്റ് നമ്മുടെ ബ്രെയിൻ നല്ല പോലെ വികസിക്കും. ബ്രെയിൻ നല്ല എക്സ്പാൻഷൻ സംഭവിക്കും ബ്രെയിനിന്. നമ്മൾ റിലാക്സ് ചെയ്യുക, ഒരുപാട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇന്നലെ വരെ എന്നെ ഇവിടെ എത്തിച്ച ആ സ്കൂളിനും ടീച്ചേഴ്സിനും ഞാൻ പഠിക്കുന്ന സബ്ജക്റ്റിനും എല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി പഠിക്കുക.
നമുക്കുള്ളതിന്റെ നമ്മുടെ ബ്ലെസ്സിങ്സിനെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ട് ലാറ്റിറ്റ്യൂഡ് പറയുക. അങ്ങനെ ഒരു നമ്മുടെ മൈൻഡ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമ്മൾ കോൺഷ്യസ് ലെവലിൽ ഉയർത്തി നമ്മൾ യൂണിവേഴ്സൽ കോൺഷ്യസുമായിട്ട് കണക്ട് ചെയ്താൽ തന്നെ നമ്മളുടെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കറക്റ്റ് ആവും. നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ കഴിവിനെ ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തും, മാക്സിമം എനിക്ക് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മാർക്ക് കുറഞ്ഞത്, അത് എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്യണ്ട, ഞാൻ തന്നെയാണ് എൻ്റെ ഗുരു എന്ന് വിചാരിച്ച് നമുക്ക് ക്ലാസ്സിൽ കിട്ടിയ സാധനങ്ങൾ, ക്ലാസ്സിൽ കിട്ടിയ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് ഇമ്പോർട്ടൻസ്, വെരി ഇമ്പോർട്ടൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു വാസ്റ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ആ മൈൻഡ് ബ്ലോക്ക് ആവാതെ അവിടെ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒന്നുമില്ലാതെ ഞാൻ ഈ കാണിച്ചതുപോലെ നല്ല വിശാലമായ ഒരു ആകാശത്ത് അല്ലെങ്കിൽ വിശാലമായ ഒരു നമ്മൾ കടൽ തീരത്ത് പോയി ഒന്ന് വിശാലമായി 10-15 മിനിറ്റ് നമ്മുടെ ബ്രെയിൻ ആ ലോക്ക് അങ്ങ് മാറും. അതുപോലെ നമുക്ക് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യം വേണോ ചെയ്യാം ഇടയ്ക്കിടയ്ക്കുള്ള ഇന്റർവെൽ സമയത്ത്. അങ്ങനെ നമ്മുടെ മനസ്സിനെ വിശാലമാകുക. മനസ്സ് വിശാലമാകുമ്പോൾ നമ്മുടെ നോളജ് അപ്ഡേഷൻ കിട്ടും. നമ്മൾ 30% പ്രയത്നിച്ചാൽ തന്നെ 90% നമുക്ക് അതിനകത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവും. അതാണ് യൂണിവേഴ്സൽ ലോ. എന്തെങ്കിലും ഷെയറിംഗ് ഉണ്ടോ സാറേ? ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും? കുഴപ്പമില്ല സാറേ, ഞാൻ പറഞ്ഞു അവസാനം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Don't do your best. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ചെയ്യുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട്. ഓരോ വ്യക്തിയും യുണീക്കാണ്. എക്സാം എന്ന് പറയുന്ന ഒരു ജാറാണ്. ആ ജാറിനകത്താണ് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇത്രയും സിലബസ് വെച്ചുകൊണ്ട് ഫില്ല് ചെയ്യാൻ പറയും. ചിലർക്ക് ആ ജാറ് പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്യാൻ കഴിയും, ചിലർക്ക് പകുതിയെ ഫില്ല് ചെയ്യാൻ കഴിയത്തുള്ളൂ, ചിലർക്ക് ഒട്ടും ഫില്ല് ചെയ്യാൻ കഴിയത്തില്ല, ചിലർക്ക് ആ ജാറ് കാണുമ്പോഴേ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ആ ജാറിൽ നിറയ്ക്കാൻ നോക്കുക. അത് നിങ്ങളുടെ ഡെസ്റ്റിനി അല്ല, അതൊരു പേപ്പറാണ്. അത് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നില്ല. ഒരു പരീക്ഷ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ നമ്മൾ അടുത്തവണ ട്രൈ ചെയ്യും. നമ്മുടെ ലേണിംഗ് അങ്ങനെ നമ്മുടെ ലേണിങ്ങിനെ ഓരോ എക്സ്പീരിയൻസ് നമ്മുടെ ഓരോ ലേണിംഗ് ആയിട്ട് നമ്മൾ മാറ്റുക. നമ്മൾ എപ്പോഴും കംഫർട്ട് സോൺ ഇരിക്കുമ്പോൾ നമുക്കൊരിക്കലും ലേണിംഗ് ഉണ്ടാവില്ല. നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് മാറി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാവുമ്പോഴാണ് പലരും നമ്മൾ ലേൺ ചെയ്യുന്നത്. അപ്പോഴാണ് ലേണിംഗ് വരുന്നത്. കംഫർട്ട് സോണിൽ ഒരിക്കലും നമുക്ക് ലേണിംഗ് വരത്തില്ല. കുറച്ച് നമ്മളെ എക്സാം ആണ്, എൻ്റെ സ്കിൽസ് ആണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്, എൻ്റെ എബിലിറ്റിയാണ്, എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അതൊരു കോമൺ നിയമമാണ്. ഞാൻ ജീവിക്കുന്ന സൊസൈറ്റിയിലുള്ള ഒരു നിയമമാണ്. കുറെ സബ്ജക്റ്റുകൾ അവരിങ്ങനെ സിലബസ് ആയിട്ട് നിരത്തിയിട്ടുണ്ട്. അത് പഠിച്ച് എനിക്ക് എത്ര എഴുതാൻ കഴിയും അത്രയേ ഉള്ളൂ. എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യുന്നു. അതിനകത്ത് ചിലപ്പോൾ എനിക്ക് പരാജയമായിരിക്കും, ചിലപ്പോൾ ഞാൻ ഹയസ്റ്റ് മാർക്കായിരിക്കും, ചിലപ്പോൾ ഞാൻ മീഡിയം ആയിരിക്കും, ചിലപ്പോൾ ഞാൻ ലോ ആയിരിക്കും. ഞാൻ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യുന്നു, പറ്റിയില്ല, ഞാൻ വേറൊരു ഓപ്ഷൻ നോക്കുന്നു. ഇത്തരത്തിലൊരു ചിന്ത നമ്മുടെ കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ എക്സാം ഫിയർ എന്ന വാക്ക് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. യൂസ് ബെറ്റർ സ്ട്രാറ്റജീസ്. ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ കമ്പൈൻ സ്റ്റഡി ആയാലോ, അല്ലെങ്കിൽ നമ്മളുടേതായ മോഡ് ഓഫ് ലൈഫ്, നമ്മുടേതായ പേഴ്സണൽ ഡയറി ഉണ്ടാക്കിയോ, ഒരു ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്തോ, അല്ലെങ്കിൽ മൊബൈലിൽ ഒരു ഗ്രൂപ്പ് നമുക്ക് ഫോം ചെയ്തോ, അല്ലെങ്കിൽ ഫിസിക്കൽ ഗ്രൂപ്പ് ഫോം ചെയ്തോ, എങ്ങനെയാണോ നമ്മളുടെ ടേസ്റ്റ് അതനുസരിച്ച് പഠിക്കാനുള്ള എല്ലാ ഫ്രീഡവും കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ട്. പഴയ ഒരു കാലഘട്ടമല്ല. സ്മാർട്ട് യുഗത്തിൽ നമുക്ക് സ്മാർട്ടായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമ്മൾ പ്രൊഫഷണൽ ടച്ചില് നമ്മൾ എക്സാം എഴുതുന്ന പോയിന്റ് ഓഫ് വ്യൂ ഇരുന്ന് പഠിക്കുകയാണ്. സ്റ്റഡി ഫോർ ദ എക്സാം സ്റ്റൈൽ. അപ്പൊ തന്നെ നമ്മുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യണം, നമ്മുടെ മെമ്മറി അവിടെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഈ സമയത്ത് നമ്മുടെ എനർജി ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കണം. വേറെ ഒരു കാര്യത്തിലും നമ്മുടെ എനർജിയെ വേസ്റ്റ് ചെയ്യരുത്. എനർജി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകളെ ഇങ്ങനെ നമ്മൾ ഫാൻസി വേർഡിലോട്ട് കടത്തി വിടാതെ എനർജി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി, നല്ല വിജയം പലർന്നും കൈവരിക്കാൻ പറ്റും. ആ എനർജി നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് മൈൻഡ്, എന്താണ് പരീക്ഷ, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത് എന്നൊരു വ്യക്തമായ ദിശാബോധം കുട്ടികൾ ആദ്യമേ നമ്മൾ കൊടുത്തു വരുന്നത്. പരീക്ഷ എന്ന് പറയുന്നതിന് എന്തോ ഒരു വലിയ
മാരകമായ വിപത്തിനെയാണ് ഒരു കുട്ടി ഫേസ് ചെയ്യാൻ പോകുന്നത്. നിനക്ക് നാളെ പരീക്ഷയാണ്, നിനക്ക് നാളെ പരീക്ഷയാണ്, എപ്പോഴും ഇങ്ങനെ കേട്ട് കേട്ട്. അപ്പൊ പരീക്ഷ എന്ന് പറയുന്നത് എന്തോ ഒരു സംഭവമാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? എത്ര തവണ പരീക്ഷ കുട്ടിയുടെ മനസ്സിലായാലും നമ്മൾ ഈ കൊടുക്കുന്ന ആ ഒരു സജഷൻ, നമ്മൾ ഈ പറയുന്ന കാര്യം, നമ്മൾ വെറുതെ കാഷ്വലി പറയുന്നതാണ്. നീ TV കാണുന്നു, നിനക്ക് നാളെ പരീക്ഷയാണ്, ഇങ്ങനെ നമ്മളിങ്ങനെ ഓട്ടോ സജഷൻ പോലെ പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഈ കുട്ടികളുടെ സ്ട്രെസ് ഉണ്ടാകുന്നത്. നമുക്ക് ഏത് തരത്തിലുള്ള ബെറ്റർ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കളർ കോഡ് യൂസ് ചെയ്യാം, വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഏത് തരത്തിൽ പേപ്പർ നമുക്ക് എങ്ങനെ വേണം പ്രസന്റ് ചെയ്യാം, കാർഡ് പോലെ നമുക്ക് ഒരു ടോപ്പിക് വൈസ് എഴുതി വെക്കാം, അത് പല കളേഴ്സ് യൂസ് ചെയ്യാം അതിനകത്ത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മെമ്മറി അത് ക്ലിക്ക് ചെയ്യും. പുതിയ പുതിയ സ്ട്രോക്സ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജി, നമ്മളുടെ മെമ്മറി നിൽക്കുന്ന സ്ട്രാറ്റജി, ഒരാളുടെ മെമ്മറി ഏത് തരത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരാളിനെ എങ്ങനെ മെമ്മറൈസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ആ രീതിയിൽ അവരുടെ സ്ട്രാറ്റജീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പാരന്റ്സ് സഹായിക്കുക. അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സമയത്ത് കൃത്യമായ വ്യായാമം, ഇതൊരു ബാലൻസ്ഡ് മൈൻഡുള്ള ഒരു കുട്ടിയുടെ പിക്ചറാണ്. ശരീരവും മനസ്സും ഏകാഗ്രമായിരിക്കുന്ന വളരെ വളരെ പോസിറ്റീവായിട്ട് ആ എക്സാം ഫേസ് ചെയ്യാതിരിക്കുന്ന ഒരു കുട്ടിയുടെ പിക്ചറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഫിസിക്കൽ ഹെൽത്ത് വളരെ പ്രധാനമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഓരോ കോശങ്ങളായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഭക്ഷണത്തിൻ്റെത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ന്യൂട്രീഷ്യൻസ് ഉണ്ട്, നാരുകളും കാർബോഹൈഡ്രേറ്റ് മാത്രമല്ലാത്ത പെട്ടെന്ന് ദഹിക്കുന്ന നല്ല ഫുഡുകൾ കുട്ടികൾക്ക് പ്രദാനം ചെയ്യാനും, നല്ല അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുക്കാനും, എക്സസൈസ്, യോഗ ഇതെല്ലാം പ്രദാനം ചെയ്യണം. എപ്പോഴും പഠിക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ വിടാതെ കുട്ടികളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല തരത്തിലുള്ള എക്സസൈസ്, പലതരത്തിലുള്ള കളികള്, പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കം, പെറ്റ് ഡോഗ്സ്, പെറ്റ് ആനിമൽസ്, അങ്ങനെ കുറെ കാര്യങ്ങള്, സൈക്ലിങ്, യോഗ, നീന്തൽ, എന്ത് വേണോ ഈ സമയത്ത് നമുക്ക് ചെയ്യാം. ഇതൊന്നും ടൈം വേസ്റ്റ് അല്ല. ഇതെല്ലാം നമുക്ക് ഇടയ്ക്ക് കൊടുക്കാവുന്ന റിലാക്സ് മെത്തേഡുകളാണ്. ഇങ്ങനെ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു മാനസികാരോഗ്യം ഉണ്ടാക്കാൻ പറ്റൂ. ഫിസിക്കൽ ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, ഡയബറ്റീസ് ഉള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ച കുട്ടികളാണെങ്കിൽ അത് അവരെ മാനസിക ഊർജത്തെയും അവരെ സ്റ്റഡിയൊക്കെ മെമ്മറിയെല്ലാം അത് ബാധിക്കും. അതുകൊണ്ട് നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് പ്രാധാന്യം ചെയ്യാൻ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാം സഹായിച്ചാൽ നല്ല പ്ലസന്റ് ആയിട്ട് തന്നെ കുട്ടികളെ നമുക്ക് പരീക്ഷയ്ക്ക് പറഞ്ഞു വിടാം. പിന്നെ കുറെ ഫാക്ടേഴ്സ് അൺനോൺ ആണ്. ചിലർ പറയുന്നത് ഞാൻ നല്ലപോലെ പഠിച്ചു എല്ലാം, പക്ഷെ എക്സാം ഹാളിൽ പോയപ്പോ എനിക്ക് എഴുതാൻ പറ്റിയില്ല, എന്റെ ബ്രെയിൻ ലോക്കായി, മെമ്മറി എല്ലാം മറന്നുപോയി, അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഇത് കുറെ അൺനോൺ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് പോലും അറിയാത്ത യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് വരുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിന് വേറെ ഒരു മാർഗവുമില്ല. നമ്മൾ രണ്ട് കൈകളും നീട്ടി നമ്മുടെ കോൺഷ്യസ് ലെവൽ ഉയർത്തുക. നമ്മുടെ കോൺഷ്യസ് ലെവൽ ഇങ്ങനെ ഉയർത്തിയാൽ നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആ കൈകൾ ഇങ്ങനെ നമ്മളെ താങ്ങും. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് എക്സാം പോലെ വന്നാൽ പോലും മിറാക്കിൾ പോലെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ കണ്ണിൽ ഇരുട്ടി കയറിയ കുട്ടികളുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ അവരുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് അവർ വീണ്ടെടുത്ത് ജസ്റ്റ് ഒന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ചില പല ക്വസ്റ്റ്യൻസ് അവർക്ക് ഓർമ്മയിൽ വന്ന് അവർ എക്സാം ഹാളിൽ നിന്ന് എഴുതുമ്പോൾ അവർ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് കഴിയും. പക്ഷെ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒരു മിറാക്കിൾ പോലെ അവർക്കൊന്നും അറിഞ്ഞുകൂടാന്ന് തോന്നും. തിരിച്ചും സംഭവിക്കാം. നല്ല പോലെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ആവേശം കൊണ്ട് തുള്ളിച്ചോളും, ഞാൻ പഠിച്ച എല്ലാം വന്നു. പക്ഷെ അത് എത്രത്തോളം നമുക്ക് പരീക്ഷ പേപ്പറിൽ പകർത്തിയാലേ നമ്മുടെ സ്കോറിങ് വരത്തുള്ളൂ. പക്ഷെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കും. ഇതെല്ലാം നമ്മുടെ മൈൻഡിന്റെ ഒരു പ്രവർത്തനമാണ്. അതൊരു കൊഗ്നിറ്റീവ് ലെവലാണ്. ബാക്കി കുറെ അൺനോൺ ഫാക്ടേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ലക്കെന്നോ ഡെസ്നി എന്നോ എന്ത് വേണോ വിളിക്കാം. നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്താലോ? സ്ട്രെസ്സും ആങ്സൈറ്റിയും. ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തൊക്കെ നമുക്ക് അച്ചീവ്മെന്റ് ഉണ്ടോ അതെല്ലാം കാർമേഘം വന്ന് മൂടിയതുപോലെ ബ്രെയിൻ ലോക്കാകുകയും
ഒന്നും തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അപ്പൊ ഏറ്റവും വലിയ വില്ലൻ സ്ട്രെസ്സും ആങ്സൈറ്റിയുമാണ്. അത് ഒഴിവാക്കാനാണ് ഞാൻ ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും. ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, നോട്ട് മോട്ടിവേഷൻ. സ്കൂള് കോളേജ് തലത്തിലെല്ലാം തന്നെ കുട്ടികൾക്ക് നമ്മൾ മോട്ടിവേഷൻ അല്ല കൊടുക്കേണ്ടത്, അവരുടെ മനസ്സിന്റെ ഒരു ബാലൻസ് സ്റ്റേറ്റ്. മനസ്സ് എന്താണ്, ആ എക്സാമിന് മുമ്പ് തന്നെ മനസ്സ് എന്താണെന്നും മനസ്സിലൂടെ വരുന്ന ചിന്തകൾ എന്താണെന്നും ആ മനസ്സിനെ എങ്ങനെ നമ്മൾ കീഴ്പ്പെടുത്തണമെന്നും മനസ്സും ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ കൃത്യമായിട്ട് പറയുകയും അതിനെ ഒരു അടിസ്ഥാനം കുട്ടികൾ കൊടുത്താൽ തന്നെ അവരുടെ ഈ ബാലൻസ് മൈൻഡ് സ്റ്റേറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവരുടെ ന്യൂ സ്കിൽസ് അവരുടെ സ്റ്റഡീസിൽ കൊണ്ടുവരിക. അവർ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരിക്കലും അവരുടെ സ്റ്റഡീസിന് തടസ്സമായി നിൽക്കരുത്. അവരുടെ നോളജ് ഒരു മാക്സിമം എക്സ്പാൻഡ് ചെയ്യുക. ഡു യുവർ ബെസ്റ്റ്, യൂസ് ബെറ്റർ സ്ട്രാറ്റജീസ്, മെയിൻറ്റെയിൻ എ ഗുഡ് ഫിസിക്കൽ ഹെൽത്ത്. അപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചതെന്ന് ഒരു മിനിറ്റ്, ഞാൻ PPT ഒന്ന് ഓഫ് ചെയ്തോട്ടെ. നമ്മൾ ഇത്രയും സംസാരിച്ചതെന്നും നമ്മൾക്കുണ്ടാകുന്ന എല്ലാ വിജയത്തിനും പരാജയത്തിനും കാരണം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന നമ്മുടെ മനസ്സാണ്. സൃഷ്ടിയും സൃഷ്ടികർത്താവും ഒരു സ്ഥലത്തായിരിക്കുന്നത്. സൃഷ്ടിക്കുള്ളിൽ തന്നെയാണ് സൃഷ്ടികർത്താവ് ഇരിക്കുന്നത്. ആ ഒരു ബോധം വളരെ ചെറുപ്പത്തിലേ നമ്മൾ കുട്ടികളുടെ പകർന്നു കൊടുത്താൽ അവനവനെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും എന്ത് പ്രോബ്ലം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യവും കുട്ടികൾ ഉണ്ടായാൽ ഒരു എക്സാമും അവർക്ക് ഒരു പ്രശ്നവും വരത്തില്ല. അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് എത്രത്തോളം അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും അവർ പെർഫോം ചെയ്യും. എല്ലാ കുട്ടികളും ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും. നമ്മളിപ്പോ ഒരു അണ്ണാരക്കണ്ണൻ മരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ഫിഷ് വെള്ളത്തിൽ കിടക്കുകയാണ്. ആ ഫിഷിനെ കണ്ട് വിലപിക്കുകയാണ്, അയ്യോ എനിക്കിങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ പറ്റില്ലല്ലോ, എനിക്കിങ്ങനെ എബിലിറ്റി ഇല്ലല്ലോ എന്ന് ആ അണ്ണാരക്കണ്ണൻ വിചാരിച്ചാൽ അവന്റെ ജന്മം മുഴുവൻ അങ്ങനെ ദുഃഖിക്കാനേ പറ്റുള്ളൂ. ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആ കഴിവുകൾ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എക്സാം ഒരു ഫിയർ ആയിട്ട് വരത്തേ നമുക്കില്ല. എക്സാമിന് വേണ്ടി നമ്മൾ അവരെ കുറിച്ച് ഒന്നും പറയണ്ട. അവർക്കറിയാം എങ്ങനെ പഠിക്കണം. പഠിക്കുന്ന അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരുടെ മൂല്യബോധത്തിലൂടെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ വളരെ സുന്ദരമായിട്ട് തന്നെ ഈ പാരന്റ്സിന്റെ സ്ട്രെസ്സും കുറയും, അധ്യാപകരുടെ സ്ട്രെസ്സും കുറയും, സമൂഹത്തിന്റെ സ്ട്രെസ്സും കുറയും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. വളരെ മനോഹരമായി കുറെ പോയിന്റ്സുകൾ. പരീക്ഷയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന സമയം എനിക്ക് തോന്നുന്നു പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ അവസരത്തില് എങ്ങനെ പരീക്ഷയെ നമുക്ക് മാനേജ് ചെയ്യണം, എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് തുടങ്ങാൻ തന്നെ മാം സ്ട്രെസ്സിനെ കുറിച്ച് ആങ്സൈറ്റിയെ കുറിച്ചും പറഞ്ഞാണ് തുടങ്ങി. ഇതാണ് പ്രധാനപ്പെട്ട വില്ലൻ. എങ്ങനെ ഉണ്ടാകുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളാണ് അതിന് ഉണ്ടാകാൻ സാധ്യത എന്നൊക്കെ വളരെ കൃത്യമായിട്ട് മാം താഴോട്ടുള്ള പോയിന്റുകളിലൂടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാകുക എന്നുള്ളത്, എന്തുകൊണ്ടത് ഇല്ലാതാകുന്നു എന്നുള്ളൊരു പോയിന്റ്, അതുപോലെ നമ്മുടെ സ്കിൽ എന്താണെന്ന് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഏത് സ്കിൽ ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ, വിഷ്വൽ, ഓഡിറ്ററി, നമ്മുടെ മൊഡാലിറ്റീസ് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് കുട്ടികൾക്ക് തിരിച്ചറിയാൻ, കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും തിരിച്ചറിയാൻ പറ്റും. അവരുടെ സ്കില്ല് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പഠനത്തെ സമീപിക്കാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ഡു യുവർ ബെസ്റ്റ്, നമ്മുടെ ഇല്ലാത്തതിനല്ല, നമ്മളെ പറ്റുന്ന കഴിവുകളെ കൃത്യമായിട്ട് പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതൊരു സ്കില്ല് വേണമെങ്കിൽ പറയാം. ഏറ്റവും ബെസ്റ്റിനെ തെരഞ്ഞെടുപ്പ്, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഏറ്റവും നല്ലോണം അറിയാവുന്നത് ആദ്യം എഴുതുക എന്ന് പറയുന്ന പോലെ ഡു ദ ബെസ്റ്റ്, ആദ്യം അത് കൃത്യമായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ള. പിന്നെ നോളജ്, തീർച്ചയായിട്ടും അറിവില്ലെങ്കിൽ ആദ്യം പറഞ്ഞ സ്ട്രെസ്സും ആങ്സൈറ്റിയിലേക്ക് പഠിക്കേണ്ടത് എങ്ങനെ പറയാം, അന്നന്ന് കൃത്യമായിട്ട് പഠിക്കുക, പഠിപ്പിക്കുന്നത് എഴുതി പഠിക്കുക, വായിച്ച് വീണ്ടും വീണ്ടും പഠിക്കുക, റിപ്പീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രോസസ്സും. അപ്പൊ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് എല്ലാം, രീതികളെല്ലാം കൃത്യമായിട്ട് സ്വായത്തമാക്കുക. പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത്, ഒരു സ്ട്രാറ്റജി, ക്രിയേറ്റ് എ സ്ട്രാറ്റജി. നമ്മൾക്ക് വേണ്ടി ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുക, അതിന് കുട്ടികളെ പരിശീലിപ്പിക്കുക. എന്താണ്
കുട്ടികൾക്ക് സവിശേഷമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്ട്രാറ്റജിയിലൂടെ വളർത്താൻ തീർച്ചയായിട്ടും പാരന്റിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ്. പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ അവരവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വളരെ കൃത്യമായിട്ട് ക്രിയേറ്റ് സ്ട്രാറ്റജി. പിന്നെ ഫിസിക്കൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ്. പിന്നെ കുറച്ച് അൺനോൺ ഫാക്ടേഴ്സ് പറഞ്ഞു, പല പല കാരണങ്ങൾ. അത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന്റെ പാർട്ടായിട്ട് ചില അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ടാകാം. ഒരു കുട്ടിക്ക് ഉണ്ടാകാം, മറ്റേ കുട്ടിക്ക് ഉണ്ടാകണമെന്നില്ല. നമ്മളിങ്ങനെ പറയുമല്ലോ, നമ്മൾ 4 പേര് ഒരു കാഴ്ച കാണുമ്പോൾ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ 4 പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് കാണുന്നത്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എനിവേ, പരീക്ഷയെ കുറിച്ചുള്ള 9ാമത്തെ ക്ലാസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ശശികല മാമിലൂടെ നമ്മൾ കേട്ട എല്ലാ പോയിന്റുകളും വളരെ വിലയേറിയതാണ്. ലൈഫിൽ ഉപയോഗിക്കാം. ഈ പരീക്ഷയില്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നമ്മളുടെ പ്രതിസന്ധികളിൽ ഉപയോഗിക്കാം. പരീക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രതിസന്ധി നമ്മൾ ഘട്ടത്തിൽ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ പരീക്ഷയിലൂടെ തന്നെ കടന്നു പോകണമെന്നും ഇന്നത്തെ കുട്ടികൾ പരീക്ഷയെ കുറിച്ച് അത് ബോധവാനല്ലെന്നും പരീക്ഷ നമുക്ക് ആവശ്യമില്ലാത്തതാണെന്നൊക്കെ മാതാപിതാക്കൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്. എന്തിന് ഈ കുട്ടികൾക്ക് ഇത്ര പരീക്ഷ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ പരീക്ഷ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ ഒരു മാർക്കിംഗ് പോയിന്റ് ആണ്, ഒരു സ്കെയിലിംഗ് ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പുതിയ അറിവുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ താങ്ക് യു വെരി മച്ച് സാർ. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനോ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ പോയിന്റിൽ നിന്നോ അതിന് കൂടുതലായിട്ടോ നമ്മുടെ എക്സ്പീരിയൻസിലോ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചതായിട്ടുള്ള ഏതെങ്കിലും സിസ്റ്റം, രീതികൾ ഉപയോഗിച്ച്, സ്ട്രാറ്റജി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറെ സ്ട്രാറ്റജി പറയാൻ തോന്നുന്നുണ്ട്. പഠനത്തിന് വേണ്ടി നമ്മൾ ചില പ്രത്യേക സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിരുന്നു. അതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ സ്ട്രാറ്റജികളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു റോയ് സാറിനും പോകാം. റോയ് സാർ, സാർ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട്. ശശികല മാഡത്തിന്റെ ക്ലാസ് കുട്ടികൾക്ക് മാത്രമല്ല, ഈ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ പേരൻസിനും എല്ലാം ശ്രദ്ധിക്കാൻ പറ്റുന്നതും അതനുസരിച്ച് മാനേജ് ചെയ്യേണ്ടതായ ഒരു ഘടകങ്ങളായിട്ട് വരും. കാരണം ഇല്ലാത്ത കുട്ടികളാരും ഇല്ല എങ്കിലും ഇത് ആപ്റ്റായിട്ട് ഇതിൽ പങ്കെടുക്കുന്നവർ അവരുടെ ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയാലും പേരൻസ് ആയാലും കുട്ടികളെ എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യിക്കാം, ദി ആർട്ട് ഓഫ് എക്സാം എങ്ങനെ എഴുതാം എന്നതിനെ കുറിച്ച് നല്ലൊരു ഇതാണ്. അപ്പൊ ആദ്യം തന്നെ മാഡം പറഞ്ഞത് പ്രത്യേകിച്ചും ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു. അത് പ്രത്യേകിച്ചും പേരൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പേരന്റൽ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ തയ്യാറാക്കുകയാണ് എന്ന് മാഡം പറഞ്ഞു. വളരെ കറക്റ്റാണ്. അത് ഒത്തിരി ആങ്സൈറ്റിയും സ്ട്രെസ്സും കുട്ടികളിൽ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളത് വളരെ. പിന്നെ മാഡം പറഞ്ഞത് മറ്റേ കാര്യം, കോൺഫിഡൻസ് ആൻഡ് ബാലൻസ്ഡ് മൈൻഡ്, അതൊരാവശ്യമാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ വേണം, അതിനെ ടൈം ബോണ്ടായിട്ട് അതെല്ലാം വളരെ ഇതായിട്ടാണ്. അത് നമുക്ക് കുട്ടികളിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ ഉതകുന്ന ചില ഘടകങ്ങളായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സ്റ്റഡീസിൽ പുതിയ സ്കില്ലുകൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം മാഡം പറഞ്ഞത് കൂടാണ്ട് മറ്റേ സാബു സാറ് തന്നെ അത് രണ്ടാമത് റീകളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് വളരെ മറ്റേ എസെൻസ് ആയിട്ട് ചില വിഷയങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് കുട്ടികളെ സ്വാധീനിക്കാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഉതകുന്ന ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ, ഈ ഭക്ഷണത്തിന്റെ കാര്യം എല്ലാം പറഞ്ഞതെല്ലാം വളരെ ക്ലിയർ ആണ്. എക്സസൈസിന്റെ കാര്യങ്ങളും എല്ലാം മാഡം പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. പക്ഷെ അത് ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് തന്നിട്ടുള്ളൂ. പിന്നെ അത് നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ മാഡം, ആ പോയിന്റുകൾ പറഞ്ഞു. ഈ പോയിന്റുകൾ എലാബറേറ്റ് ചെയ്യേണ്ടത് ഓരോ പേരൻസും അവരവരുടെ സാഹചര്യം അനുസരിച്ച് കുട്ടികളെ തയ്യാറാക്കേണ്ടത്. ഓക്കെ മാഡം, താങ്ക് യു. ഇതൊരു വർത്തി ആയിട്ടുള്ള കുറെ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് ഒന്ന് എലാബറേറ്റ് ചെയ്താൽ മതി. എക്സാമിനേഷൻ്റെതായ എല്ലാ കാര്യങ്ങളും വളരെ താങ്ക് യു. താങ്ക് യു സർ. തീർച്ചയായും. ഇനി ആർക്കെ പറയാനുള്ള? ഇവിടെ മനോജ് കുമാർ ഉണ്ട്, സാർ ഞാനൊരു യാത്രയിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് എല്ലാം കേട്ടു. നല്ല ഞാനിപ്പം ഹലോ പറയൂ സർ. ഗുഡ് ഈവനിങ് സാർ.
ഞാനൊരു യാത്രയിലാണ് സാർ ഉള്ളത്, വണ്ടിയിലാണ് ഉള്ളത്. ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ യാത്ര വീട്ടിലേക്ക് പോയത്. അപ്പൊ മാഡത്തിന്റെ ക്ലാസ്സിന് അരമണിക്കൂർ വളരെ കോൺഷ്യസ് ആയി ശ്രദ്ധിച്ചു. വളരെ നല്ല ക്ലാസ്. നമുക്ക് പേരൻസിനൊക്കെ അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഗുണപ്പെടുന്ന വളരെ നല്ല ക്ലാസ്. സ്ട്രെസ്സും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്റെ അഭിപ്രായം ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന പേരൻസ് തന്നെയാണ്. കാരണം നമ്മൾ ഒരു കുട്ടിയെ കമ്പയർ ചെയ്താണല്ലോ നമ്മളെ പേരൻസും നമ്മളിപ്പം കാണുന്നവരും ചെയ്യുന്നത്. ഒരു ചെറിയ കുട്ടിയോട് ആദ്യം ചോദിക്കുന്നത് മറ്റേ കുട്ടിക്ക് നിന്നേക്കാൾ കൂടുതൽ മാർക്കില്ല, അതെങ്ങനെ കിട്ടിയെന്നാ ചോദിക്കുക. അപ്പൊ ആ സ്വഭാവം നമ്മൾ മാറ്റിയാൽ തന്നെ കുട്ടികളുടെ സ്ട്രെസ് ഒരു പരിധിവരെ പോകുന്നതാണ് എന്റെ അഭിപ്രായം. അപ്പോ ഏതായാലും മാഡത്തിന്റെ നല്ലൊരു ക്ലാസ്. ഇത്ര മാത്രമേ പറയാനുള്ളൂ സാർ എനിക്ക്. ഏതായാലും നന്ദി, താങ്ക്സ്. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഏറ്റവും വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നത് മാം ആ പോയിന്റ് ഒന്നും കൂടെ ഷെയർ ചെയ്യാവോ മാം? ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു. സാറ് ഷെയർ ചെയ്യോ അതോ ഞാൻ PPT ഓൺ ചെയ്യണം? പിന്നെ ഞാൻ ക്ലോസ് ചെയ്തു. ഷെയർ ഞാൻ പറഞ്ഞാൽ മതിയോ? പറഞ്ഞു കൊടുത്താൽ മതി സാർ, എഴുതിയെടുത്തോളൂ. മാം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ പറഞ്ഞോളാം കേട്ടോ മാം. സ്ട്രെസ് ആൻസൈറ്റി ആണ് ആദ്യം പറഞ്ഞത്. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എക്സാമിനേഷന് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു പാർട്ടായിട്ട് പറഞ്ഞു. പിന്നെ അടുത്ത് പറഞ്ഞത് ബാലൻസ്ഡ് മൈൻഡ് ഉണ്ടാകണമെന്നാണ്. പിന്നെ പറഞ്ഞത് ഫൈൻഡ് യുവർ സ്കിൽ. അതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടോ മാം? ന്യൂ സ്കില്ല. ന്യൂ സ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഫൈൻഡ് യുവർ ന്യൂ സ്കിൽ. ദെൻ ഡു യുവർ ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ സ്കില്ലിന് അനുസരിച്ചുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പിന്നെ പാസ്റ്റ് ഡു ദ ബെസ്റ്റ് നോളജ് അല്ലേ? ഡു ബെസ്റ്റ് നോളജ്. Then create a strategy. Then physical health. Then unknown factor എന്ന് പറഞ്ഞാൽ എന്താ മാം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. സാർ അൺനോൺ ഫാക്ടർ എന്ന് ചിലപ്പോൾ നമ്മൾ നല്ല പോലെ പ്രിപ്പറേറ്റ് ആയിരിക്കും പോകുന്നു പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അന്ന് നമ്മുടെ മൂഡ് ശരിയാവത്തില്ല. അതായത് നമ്മുടെ മെമ്മറി ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ പ്രവർത്തിക്കില്ല. അത് എന്ത് കാരണമാണെന്ന് നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസ് പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. രാത്രി ഇരുന്ന് കണ്ടമാനം പഠിച്ച് പറ്റിച്ച് എഴുതാൻ പറ്റാത്ത ചിലപ്പോ അങ്ങനെ ആകാം. ചിലർ പക്ഷെ അങ്ങനെ ചെയ്യാത്തവരിലും അങ്ങനെ കാണുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഡെസ്റ്റിനി എന്ന് വേണമെങ്കിൽ പറയാം. അൺനോൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺഷ്യസ് ലെവൽ എത്രത്തോളം ഉയർത്തുന്നു ആ അൺനോൺ ഫാക്ടേഴ്സ് നമുക്ക് കുറെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. കുറെ അന്ധവിശ്വാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളതായിരിക്കണം ഈ അൺനോൺ ഫാക്ടറായിട്ട് നമുക്ക് പ്രകടമാകുന്നത്. ചില ബിലീഫ് സിസ്റ്റം ആയിരിക്കാം. നമ്മൾ പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റം, ഇന്ന് കറുത്ത പൂച്ച കുറുകെ ചാടി ഞാൻ എക്സാം എഴുതാൻ പോയാൽ എല്ലാം മോശമാവുന്നുള്ള ഒരു തോട്ട് ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളതായിരിക്കും. അങ്ങനെയുള്ള എത്രയോ തോട്ട്സ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നത്. ചിലപ്പോൾ അതൊക്കെ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയാതെ. അതാണ് ഞാൻ അൺനോൺ ഫാക്ടർ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണല്ലോ എല്ലാം വരുന്നത്, ആറ്റിറ്റ്യൂഡിന്. അപ്പൊ അങ്ങനെ അതായിരിക്കാം. അപ്പൊ നമ്മുടെ കോൺഷ്യസ് ലെവൽ ഉയർത്തി നമ്മൾ ഈ അപ്ഡേഷൻ സ്കൂളിൽ കൊടുക്കും തോറും നമ്മൾ ഓപ്പൺ മൈൻഡ് ആവുകയും ബാലൻസ്ഡ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. പറഞ്ഞോളൂ ജേക്കബ് സാർ പറയും. മാമിന്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ബേസിക് ആയിട്ട് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മോർ ഓവർ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കമ്പാരിസൺ. കോൺസ്റ്റന്റ്ലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ourselves to others to lead feelings of jealousy or resentment towards friends അങ്ങനെ സംഭവിക്കാം. പിന്നെ കൊളീഗ്സ് or even loved ones. അതാണ് സ്ട്രെയിൻ കൂടുന്നത്. ഇറ്റ് ക്യാൻ സ്ട്രെയിൻ റിലേഷൻഷിപ്സ് and create a sense of competition rather than fostering genuine connection and support. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ആ പേരൻസ് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. നീ അപ്പുറത്തെ കൊച്ചിനെ നോക്കടാ, ഇവിടുത്തെ കൊച്ചിനെ നോക്കടാ. സോ അത് അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകും. അത് അവരെ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. ഉള്ള അവരുടെ എന്താണോ അവരിലുള്ള നല്ല പോസിറ്റീവ്സ് അത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക, അതിനവരെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അത് തന്നെയാണ്. എനിവേ, താങ്ക് യു മാം.
ശരിയാണ് സാർ. ഈ പേരൻസിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പഠിച്ച് നമുക്ക് എത്ര ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് എന്ത് സ്കിൽ, ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ കുട്ടികളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്ന അവിടെയാണ് ഈ കമ്പാരിസന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഡോക്ടേഴ്സിന്റെ മക്കള് ഡോക്ടർ തന്നെയാണ്, എഞ്ചിനീയർ മക്കൾ എഞ്ചിനീയർ ആണ്, ചാർട്ടേഡ് അക്കൗണ്ട് ആണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അവന്റെ എന്താണോ കാലിബർ, അവന്റെ എന്താണോ അതിനകത്തെ മാഡം പറഞ്ഞ പോലെ എന്താണോ പുള്ളിയിൽ ആ പയ്യൻസ്, ആ സ്റ്റുഡന്റിലുള്ള കാലിബർ എന്താണോ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവന് ഇഷ്ടം എന്താണോ. ഒരാൾക്ക് ഫിറ്ററായിട്ട് പോകാനായിരിക്കും, ചിലപ്പോൾ ഒരാൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും, നേഴ്സായിട്ട് പോകാനായിരിക്കും. സി ലെറ്റ് ദം ഗോ ദെയർ വേ. ഓക്കെ സാർ. രാജ്കുമാർ സാർ ഉണ്ടോ? രാജ് സാർ കേൾക്കാമോ? അബ്ദുൾ റഹീം സാർ, അതുപോലെ തന്നെ ഉഷ, BSB നായർ, ജിത, അബ്ദുൾ റഹീം സാർ പറയും. യെസ് മാഡം, ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അത് വളരെ ശരിയാണ്. പല ആളുകൾക്കും പല സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക. അതായത് കൈനസ്തെറ്റിക്, ഓഡിയോ വിഷ്വൽ. ചില ആളുകൾക്ക് ലൗഡായിട്ട് വായിച്ചാലേ അവർക്ക് മനസ്സിലാവുള്ളൂ, ചിലവർക്ക് നടന്ന് വായിക്കണം. അപ്പൊ പാരന്റ്സ് ഇതൊന്നും അറിയാതെ എത്ര ലൗഡായിട്ട് വായിക്കണം, മറ്റുള്ളവർക്ക് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആകുന്ന വീട്ടില് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും. അത് ഈ പാരന്റ്സിന് അറിയാത്തതുകൊണ്ടാണ്. ഇങ്ങനെ വായിച്ചാലേ ആ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ. അതാണ് എന്റെ കുട്ടിന്റെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി പാരന്റ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ വീട്ടില് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഞാനൊക്കെ പുറത്തു പോയാ പഠിക്കുക. അതായത് തോട്ടത്തിൽ എവിടെയെങ്കിലും പോയിട്ട് വളരെ സൈലന്റ് ആയ സ്ഥലത്ത് പോയിരുന്ന് പഠിച്ചിരുന്നു കുറെ കാലം. ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാറില്ലായിരുന്നു. ഈവൻ ഡേ ടൈം ആയാലും സ്റ്റഡിയിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ പുറത്ത് തോട്ടത്തിൽ ഏതെങ്കിലും മരത്തിന്റെ ചോട്ട് പോയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വായിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. വീട്ടിലുള്ള ഡിസ്റ്റർബൻസ് സൗണ്ട് കേട്ടാൽ ബ്രെയിനിൽ കയറത്തില്ല. അപ്പൊ അതൊക്കെയാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. അപ്പൊ അത് പാരന്റ്സും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും? രാജകുമാർ സാറുണ്ട്. ടോമി സാർ, കുട്ടികളുടെ അടുത്ത് പോയി ഇത്തരം ട്രെയിനിങ് ഒക്കെ നടത്തുന്നല്ലേ? സോറി സാർ, സാർ ലേറ്റ് ആയിട്ടാ വന്നത്, എന്നാലും കുഴപ്പമില്ല, വിഷയം അറിയാലോ. അല്ല എനിക്ക് വിഷയം അറിയാം, എനിക്ക് നന്നായിട്ട് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഞാനത് ഫീഡ് ചെയ്ത് വെച്ചതുമാണ്, പക്ഷെ എനിക്ക് കേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾ കേട്ട് ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണേലും നല്ലൊരു സെഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ യൂട്യൂബിൽ കണ്ടത് കൂടുതൽ മനസ്സിലാക്കിക്കോളാം. താങ്ക് യു സാർ, താങ്ക്സ് എ ലോട്ട്. വേറെ ഇങ്ങനെ നമ്മളൊരു വാക്ക് പറയാറുണ്ട്, ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. കുട്ടികളെ സംബന്ധിച്ചോളം വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂട്ടിക്കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പരീക്ഷയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്, പരീക്ഷയ്ക്ക് എന്ത് സംഭവിക്കുന്നോ അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും സംഭവിക്കുന്നതെന്ന് ചിന്തയോടുകൂടി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എപ്പോഴും ഈ സ്ട്രെസ്സും ഇതൊക്കെ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ലേ മാം? തീർച്ചയായിട്ടും നമ്മളെപ്പോഴും നമ്മൾ ഈ റിസൾട്ടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. റിസൾട്ടും ക്വസ്റ്റ്യൻ പേപ്പർ റാങ്കിങ്ങും പ്ലേസ്മെന്റും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി യൂണിവേഴ്സിറ്റി നടത്തിക്കോളും, ബാക്കി എന്താണെന്ന് വെച്ചുള്ളത്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അതിനാണ് നമ്മൾ അഫർമേഷൻ കൊടുക്കുക, ഐ ക്യാൻ, ഐ വിൽ, ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് യൂണിവേഴ്സുമായിട്ടൊരു മെർജിങ് ഉണ്ടാവും. പക്ഷെ ഇത് എത്രമാത്രം കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നു, പാരന്റ്സ് എത്രത്തോളം അത് അറിയാം, നമുക്ക് അത് വളരെ വളരെ ഖേദകരമെന്നേ നമുക്ക് പറയാനുള്ളൂ. ടീച്ചേഴ്സും ഒക്കെ അത് തന്നെയാണ്. കുട്ടികളെ ഇങ്ങനെ അവരെ കാശ് മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അവർ അധ്വാനിക്കുന്ന കാശ് മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ കൊടുക്കുന്ന അവർ കുട്ടികളിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. പക്ഷെ കുട്ടികൾ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ അവർക്ക് ഈ പാരന്റ്സിന്റെ ഇതിനോടൊപ്പം എത്താൻ കഴിയുന്നില്ല. അപ്പൊ അത്രയ്ക്കും സ്ട്രെസ് പാരന്റ്സും ഉൾക്കൊള്ളുന്നു, കുട്ടികൾ അവർ കൊടുക്കുകയും ചെയ്തു ആ സ്ട്രെസ്. ഓക്കെ മാം, നമുക്ക് 9ാമത്തെ സെഷനാണ് നമ്മൾ എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു സെഷൻ കൂടി ഉണ്ട് അടുത്ത ബുധനാഴ്ച, നാളെ കഴിഞ്ഞ്. ദാറ്റ് ഈസ് എക്സാം ഫോബിയ ത്രൂ മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സിനെ ബേസ് ചെയ്ത് നമ്മൾ 3 ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. മൈൻഡ്ഫുൾ പാരന്റിങ്, മൈൻഡ്ഫുൾ സ്കൂളിംഗ് ആൻഡ് മൈൻഡ്ഫുൾ ലേണിംഗ്. ഒരു ക്ലാസ്സും കൂടെ അതിനകത്ത് വരുന്നുണ്ട്, എക്സാം ഫോബിയ ത്രൂ മൈൻഡ്ഫുൾനെസ്. ജോർജ് സാർ പറയും. താങ്ക് യു സർ, താങ്ക് യു. ശശികല മാം, കൺഗ്രാജുലേഷൻ. ഇന്ന് SSLC പരീക്ഷ തുടങ്ങുന്ന ദിവസം.
കുറച്ച് പേരൻസിനെങ്കിലും ഒരു തിരിച്ചറിവ് കിട്ടാൻ ഇടയായി. ആകും നാളെ അവര് കുറെ പേരെങ്കിലും നോക്കും, ഇന്ന് നോക്കിയില്ലേ. എന്തെന്ന് വെച്ചാല് ഇത് പ്രശ്നം തലമുറ കൈമാറിക്കൊണ്ട് വരുന്ന നമ്മൾ ഫീഡ് ചെയ്തതല്ലേ, നമ്മളൊക്കെ തന്നെ ചെയ്ത അബദ്ധങ്ങളാണല്ലോ വാസ്തവത്തിൽ മാഡം ഇപ്പൊ പറഞ്ഞപ്പോ ഓർക്കുന്നത്. നമുക്ക് ഇനി തിരുത്താൻ നേരവുമില്ല. പക്ഷെ തിരിച്ചറിയുന്നു അന്ന് പറഞ്ഞതും ചെയ്തതും പലതും ഒഴിവാക്കേണ്ടതായിരുന്നു എന്നറിഞ്ഞു. പ്രത്യേകിച്ച് ഒരു കാര്യം അക്കമിട്ട് പറയാൻ മാത്രം എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ കഴിവ് പരിമിതി സ്വയം അറിയുക, നമ്മുടെ ലെവലിൽ ഒന്ന് നോക്കുക. കുളക്കരയിലെ മരത്തിന്റെ കൊമ്പത്തിരിക്കുന്ന അണ്ണാൻ കൊക്കു വന്ന് അല്ലെ പൊന്മാൻ വന്ന് മീൻ പിടിക്കുന്നുണ്ടിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ആയുഷ്കാലം മുഴുവൻ അവിടെ ഇരുന്ന് പറഞ്ഞാലും ഒരിക്കലും കഴിയില്ല. അവനാ വേദനിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഈ സ്ട്രെസ് എല്ലാം സ്വയം, ഈ ആങ്സൈറ്റി മുഴുവൻ എന്ന് അനുഭവിക്കാനേ പറ്റും. മറിച്ച് എത്ര നല്ല ഉദാഹരണമാണ്. ഞാനത് ഇങ്ങനെ ഭാവന കാണുമായിരുന്നു. മറിച്ച് അണ്ണാന്റെ എത്രയോ വലിയ കഴിവുകളും ആ കഴിവുകളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ ഓക്കെ, ഇനഫ് ആൻഡ് മോർ. തീർച്ചയായിട്ടും സന്തോഷമായി ജീവിക്കാൻ പറ്റിയതാണ്. എത്ര പരീക്ഷയൊക്കെ നീ എഴുതിയതാടാ, ഈ പരീക്ഷ ഒരു പരീക്ഷയൊന്നും അല്ല, പ്രശ്നമല്ല, ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് ഉത്സാഹത്തോടെ വിടാൻ പറ്റിയ പേരൻസിനാണ് സന്തോഷിക്കാൻ പറ്റുക, മക്കൾക്ക്. എന്തായാലും നന്നായി, ഒത്തിരി സന്തോഷം മാം. താങ്ക് യു സോ മച്ച്. സാർ, നമ്മുടെ ജീവിതം തന്നെ ഒരു പരീക്ഷയാണ്. നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ശരിയായിരിക്കുന്നു, പുറത്തുനിന്ന് എന്തോ ഒരു ശക്തി വരുന്നു, നമ്മളെ പ്രവർത്തിക്കുന്നു. അത് തന്നെ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ ഇന്നും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കുട്ടികൾക്ക് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എഴുതാൻ പോകുന്ന കടലാസിലെ പരീക്ഷ അവർക്ക് ഒന്നുമേ അല്ലാന്ന് തോന്നും. പക്ഷെ ഇത് പരീക്ഷ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കുമ്പോഴാണ് ഈ ആങ്സൈറ്റി ഫിയർ ഒക്കെ വരുന്നത്. അതെ, നമ്മൾ പറയും 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അയ്യോ ഫൗണ്ടേഷൻ ഓഫ് ദ ബിൽഡിംഗ് ആണ്, വലിയ സ്ട്രക്ചർ ഇതിന് മുകളിൽ കെട്ടിപ്പടുക്കാനാണ്, എന്തെല്ലാമൊക്കെ പറഞ്ഞേക്കണേ. സ്കൂൾ വർഷാരംഭം മുതലേ എല്ലാ അധ്യാപകരും ഏത് മീറ്റിംഗ് കൂടിയാലും മന്ന ഗസ്റ്റ് ഒക്കെ പറയും. ഇത് കേട്ടിട്ട് തന്നെ നമ്മളും അങ്ങാകും, നമ്മുടെ പേരൻസ് ആകും. ഇത് തന്നെ നമ്മൾ നമ്മുടെ മക്കളോടും പറയും. പക്ഷെ ഇപ്പൊ കാലം മാറി വന്നു, കുറെയൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഇപ്പൊക്കെ സ്കൂളുകളിലും അവയർനെസ് പ്രോഗ്രാം നടത്തുമ്പോ ഒക്കെ ഈ കാര്യത്തിലൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പണ്ട് ഫീഡ് ചെയ്ത് വെച്ച് തന്നെ റീപ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതെ, എന്തായാലും നന്നായി, ഒത്തിരി സന്തോഷം. താങ്ക് യു, വളരെ പ്രസക്തം. രാജ്കുമാർ സാർ. താങ്ക് യു സാർ. കാലിക പ്രസക്തമായ വിഷയങ്ങൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് 1000 എപ്പിസോഡ് വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. തീർച്ചയായിട്ടും ധാരാളം പറയാനുണ്ട്. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയും. രക്ഷകർത്താക്കളോടൊക്കെ എപ്പോഴും സംവദിക്കുന്ന ഒരാളെന്ന പലപ്പോഴും പറയുന്നത് കുട്ടികൾ അവസാന നിമിഷം പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവിടെ രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും വലിയ ഇടപെടലുകൾ ധാരാളമായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പല സ്കൂളുകളിലും നൈറ്റ് ക്ലാസ് വരെ വെക്കാറുണ്ട്. നൈറ്റ് ക്ലാസ് എന്ന് വെച്ചാൽ വീട്ടിൽ സാധാരണ ടൈം കഴിഞ്ഞിട്ട് പിന്നെ അതിനെതിരെ ഇപ്പം DOE എന്നൊക്കെ നിർദ്ദേശം വന്നു. അങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് കുട്ടികളുടെ സ്ട്രെസ് കൂട്ടത്തേ ഉള്ളൂ. പഠിക്കുന്ന കുട്ടികൾക്ക് അത് പ്രയോജനം ചെയ്യുന്നുമുണ്ട്. പക്ഷെ എല്ലാവരെയും ഒരേ സ്ലാക്ക് ഉപയോഗിച്ച്, ഒരേ ടൂൾ ഉപയോഗിച്ച് നമ്മൾ റൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഈ മാഡം പറഞ്ഞ പോലെ ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമല്ലേ ജൂണിലൊക്കെ സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തൊട്ടേ കുറെ കാര്യങ്ങൾ കുട്ടികളോട് പറയാറുണ്ടല്ലോ. ഒരു 3 times തിയറിയും ഒരു ഡയറിയും ഒക്കെ പറയാറുണ്ട്. അതിന്റെ ഒരു ഇവാലുവേഷനും മോണിറ്ററിംഗ് ഒക്കെ നടക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് കൂടാറുണ്ട്. അത് നമ്മൾ പറയുന്നത് സാധാരണ ഡെയിലി അന്ന് പഠിക്കുന്ന പാഠഭാഗങ്ങൾ അന്ന് വൈകിട്ട് തന്നെ ഒന്ന് വായിക്കുകയെങ്കിലും ചെയ്തിട്ടേ കിടക്കാവൂ. ഒന്ന് വായിക്കാനെങ്കിലും ശ്രമിക്കണം. അത് നമ്മളുടെ ഒരു ശീലമാക്കി മാറ്റണമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വീക്ക്ലി അതിനെ ഒന്ന് റിവൈസ് ചെയ്യും. ശനി ഞായർ കൊണ്ട് ഒന്നും കൂടെ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമോ. പിന്നെ പരീക്ഷ ആവുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 3 times 3 പ്രാവശ്യം പരീക്ഷ നടത്തിയിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതിനൊരു മാതൃകയായിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. അപ്പൊ അത് ഫോളോ ചെയ്യുന്നവർക്ക് നമ്മളൊരു ഡയറി തയ്യാറാക്കാൻ പറയുന്നത്. ഡയറി എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് ആണ് കൂടുതലും അത് ഫോക്കസ് ചെയ്യുന്നത്. ഡയറി എഴുതുന്ന ഒരു ശീലം. ഇപ്പൊ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികൾ
രാത്രിയിൽ 10:30 അല്ലെ 11 മണി വരെ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് അവര് തലേ ദിവസം തന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് ഡയറിയിൽ അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങൾ, അന്നന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടാതെ ഒന്ന് റിവിഷൻ നടത്തത്തക്ക രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ വരത്തക്ക രീതിയിൽ പറയാറുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തും. ഏതെങ്കിലും ഇതൊന്നും അല്ലാത്തൊരു പുസ്തകം വായിക്കണമെന്നും, കുറച്ച് യോഗയും പ്രാണായാമവും ഒക്കെ ധ്യാനവും ഒക്കെ പരിശീലിക്കണമെന്നും, കുറച്ച് എക്സസൈസ് ചെയ്യണമെന്നും, വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഇടപെടണമെന്നും, അതുപോലെ ഗാർഡനിങ്, ഒത്തിരി കാര്യങ്ങൾ അത് ടൈം ടേബിളിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു ശീലവും സ്വഭാവവും 41 ദിവസത്തെ തിയറി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും 3 ദിവസം കൊണ്ട് നടക്കും. അതൊരു 6-7 ദിവസമാകുമ്പോൾ അത് നമ്മൾ ഒന്ന് മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യും. ഒരു 20-12 ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ആ പരീക്ഷണം ഒരു 21 ദിവസം തുടരുകയാണെങ്കിൽ നമ്മുടെ ശീലമായി മാറും. ആ ശീലം ഒരു 41 ദിവസം തുടരുകയാണെങ്കിൽ അത് നമ്മുടെ സ്വഭാവവും വിധിയുമായി മാറും എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ വിധി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു 41 ദിവസം എടുത്താൽ അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വഭാവം തന്നെ മാറ്റിയെടുക്കാം. നല്ല ശീലവും നല്ല സ്വഭാവവും പോലെ ചീത്ത ശീലവും ചീത്ത സ്വഭാവവും ഉണ്ടാകുന്നത് ഇതാണെന്ന് പറയും. അപ്പൊ അതിലേക്ക് എത്താനായിട്ട് കൃത്യമായ ഒരു ടൂള്. അപ്പൊ അത് ഒരു പരീക്ഷിച്ച് നോക്കി കുറെ കുട്ടികൾ വിജയിക്കാറുണ്ട്. കുറെ പേര് പറയും വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യം കുറെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഈ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡയറി കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് ചെയ്ത കാര്യങ്ങൾ A to Z അറ്റ് എ ഗ്ലാൻസ് വളരെ അവരുടെ ലാംഗ്വേജിൽ സിമ്പിളായിട്ട് രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു, പല്ല് തേച്ചു, ഭക്ഷണം കഴിച്ചു, റിവിഷൻ നടത്തി, എല്ലാ കാര്യങ്ങളും ഓർത്ത് എഴുതാൻ പറയും. ഓർത്ത് അത് നമ്മളെ കാണിക്കാനല്ല, പക്ഷെ അത് എഴുതിയിരിക്കണം. ഒരു 2 പേജിലെങ്കിലും എഴുതാൻ പറ്റുമെങ്കിൽ അത് അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാന്ന് പറയും. അപ്പൊ ഓർത്ത് എഴുതുക എന്ന് പറയുന്നത് ഒരു ആവശ്യം. അപ്പം അങ്ങനെ കുറെ ദിവസങ്ങൾ ഇതിങ്ങനെ എഴുതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറവിയാണല്ലോ ഈ പരീക്ഷകളെല്ലാം. ഇപ്പം ഓർമ്മശക്തി പരീക്ഷണം മാത്രമാണല്ലോ. ശരിക്കും ഇന്നലെ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ സാർ പറഞ്ഞ പോലെ കാലഘട്ടത്തിന് യോജിച്ച വിദ്യാഭ്യാസമൊന്നും അല്ല നമ്മൾ കൊടുക്കുന്നത്. എന്ന് വെച്ചാല് വിഴിഞ്ഞം തുറമുഖത്തില് 2 ലക്ഷം എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാളെ പോലും സെലക്ട് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദിച്ചത്, പഠിച്ചിട്ടുണ്ട്, യോഗ്യതയുണ്ട്, പക്ഷെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്നുണ്ട്, പക്ഷെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ പഠിച്ചാലേ ഇപ്പൊ അത് അവിടെ എടുക്കാൻ പറ്റും എന്ന് പറയും. ഞാൻ പറഞ്ഞത് പഠിക്കുന്ന ഇപ്പോ അടുത്തൊരു 15 വർഷത്തെ, അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, അടുത്തൊരു 15 വർഷത്തേക്ക് ഇന്ത്യക്ക് അല്ലെങ്കിൽ ലോകത്തിന് എന്ത് ആവശ്യമുണ്ട് എന്ന് കണ്ടിട്ട് അങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുക്കത്തക്ക തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമൊന്നും എങ്ങുമില്ല, ഇന്ത്യയിലില്ല, കേരളത്തിലൊട്ടുമില്ല. അതിനനുസരിച്ചുള്ള ഒരു കുട്ടിയെ അവരുടെ ടാലന്റ് എന്താണെന്ന് കണ്ടെത്തി അതിൽ അവരെ എക്സൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനവും നടക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി കുറെ കാര്യം. ഫിസിക്സ് എഴുതുന്ന കുട്ടിക്കും എങ്ങനെ ഫിസിക്സ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതി പിടിപ്പിക്കാം, അതിനു വേണ്ടിയുള്ള വർക്കൗട്ടാണ് കൂടുതൽ നടക്കുന്നത്. ഒരാശയവും അവൻ സ്വയം സൃഷ്ടിക്കുന്നില്ല എന്നാണ് അദ്ദേഹം. ഒരു ആശയം സൃഷ്ടിക്കണമല്ലോ, ആ ആശയത്തിനാണ് അവന് മാർക്ക് കൊടുക്കുന്നത്. അത്തരത്തിൽ അവൻ പഠിച്ച് അല്ലെങ്കിൽ അവനൊരു ആശയം മറ്റുള്ളവരാൾ ഷെയർ ചെയ്ത രീതിയിൽ അവനെ ആപ്റ്റാക്കുന്ന അവന്റെ ഒരു എന്താ പറയുന്നത്, അവന്റെ ഒരു കാലിബർ കണ്ടെത്തി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇല്ല. അങ്ങനെ ഒരു കോഴ്സും ഇല്ല. അത് പിന്നെ ഇപ്പൊ ടാൻലോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇതിനോടൊപ്പം ചേർന്ന് ഒരു 200ഓളം പുതിയ കോഴ്സുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ട്രെയിനിങ് ഞാൻ പോയോണ്ടാ പറയുന്നത്. ആ ട്രെയിനിങ്ങിൽ അവർ പറയുന്നത് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിൽ നിങ്ങൾ എക്സൽ ആവുന്നതിന് വേണ്ടിയിട്ട് അടുത്ത 2 വർഷം ഈ പഠിക്കുന്ന പാഠഭാഗത്തിന്റെ ഭാഗമല്ലാതെ എക്സ്ട്രാ ടൈം കണ്ടെത്തി വീട്ടിലിരുന്ന് തന്നെ 1 മണിക്കൂറെങ്കിലും ആ കോഴ്സ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ ശ്രമിക്കാൻ അതിനുവേണ്ടി ഒരു സംഗതി വരുന്നുണ്ട്. അത് ഗവൺമെന്റ് അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലേക്കും അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയും. സാറ് കേട്ടായിരിക്കും. അതിനെപ്പറ്റി ഒരു അവയർനെസ് ക്ലാസ് റെഡിയാണോ സാറേ? അതിനെക്കുറിച്ച് അവയർനെസ് ക്ലാസ് എടുക്കാമോ? അല്ല, ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഡയറിയിൽ അവർ ഓർത്തെഴുതാൻ പറയും. അപ്പൊ ആ ഓർമ്മശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട്
അതോടൊപ്പം തന്നെ ആ പഠിച്ച പാഠഭാഗങ്ങൾ അതാത് ദിവസം റിവിഷൻ നടത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് അവൻ റൈറ്റ് സൈഡിൽ എഴുതാൻ പറ്റും. ആദ്യം ഡേറ്റ്, ടൈം, വിഷയം തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏത് പേജ്, ഏത് പോർഷൻ സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറയും. ഒരു അരമണിക്കൂറേ ഉള്ളൂങ്കിൽ ആ അരമണിക്കൂർ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് കൃത്യമായി എഴുതി തലേ ദിവസം തന്നെ തയ്യാറാക്കി വെച്ചിട്ട് അത് റിവിഷൻ നടത്തണം. അല്ലാതെ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചെയ്ത് അത് ഒരു 3 പ്രാവശ്യം റിവിഷൻ നമ്മൾ പറയുന്നത്. 15 ദിവസം കൊണ്ടൊരു റിവിഷൻ, അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കൊണ്ട് റിവിഷൻ, അത് കഴിഞ്ഞ് പരീക്ഷ ആവുമ്പോൾ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90 എബോവ് കിട്ടുന്നതിന് സാധാരണഗതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സാധിക്കുമുള്ള രീതിയിൽ. അല്ലാത്തവർക്കും എഴുതാൻ ശ്രമിക്കണം. ഒരു ദിവസം കൊണ്ട് മൊത്തം വായിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുവരെ പഠിച്ച സാധനം 3ാമത്തെ റിവിഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക. അതിനുശേഷം പിന്നെ അതൊന്ന് നോക്കുക, എത്രമാത്രം നമുക്ക് എഴുതാൻ സാധിച്ചു, ആ കുറവുകൾ എന്താണെന്നുള്ളത് വീണ്ടും ഒന്നുകൂടെ എഴുതാൻ പറ്റും. അപ്പൊ ഇത്തരത്തില് ഇതെല്ലാം ഒരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വരുന്ന കുട്ടിക്ക് പരീക്ഷാ സമയമാകുമ്പോഴത്തേക്കുള്ള ആ ഒരു സ്ട്രെസ്, സ്ട്രെയിന്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറയും. അപ്പൊ അത് ആദ്യം മുതൽ തന്നെ അതിനുള്ളൊരു സപ്പോർട്ട് കുട്ടികൾക്ക് കിട്ടണം, മാനസികമായ ഒരു സപ്പോർട്ട് കിട്ടണം, വീട്ടിലത് അന്തരീക്ഷം ഉണ്ടാവണം. അധികം അമിതമായ ട്യൂഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ റെഫറൽ ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി തന്നെ പഠിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലേക്കാണ്. അപ്പൊ അവന് പുസ്തകം പഠിക്കാൻ ശ്രമിക്കുക, നോട്ടുകൾ വായിക്കുന്നതിനപ്പുറത്ത് പുസ്തകങ്ങൾ വായിച്ച് സ്വയം അതിന്റെ ആൻസർ കണ്ടെത്തുന്ന രീതിയിലേക്കൊക്കെ പോകാൻ പറയും. അപ്പൊ കുറെ ആളുകൾ കുട്ടികളെ ശ്രമിക്കാറുണ്ട്. എല്ലാ വർഷവും പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഈ സ്ട്രെസ് കുറയാൻ അവസാന നിമിഷം എന്തായാലും കുറച്ച് സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ അതിനൊരു കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ കൊടുക്കും. ഇതൊന്നും അവസാനമല്ല. ഇതിനു മുമ്പ് പഠിച്ച അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കഥകളും ഇതൊന്നും ഒരു അവസാനമല്ല. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടിയാണ്. ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് എവരി വിക്ടറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കോൺഫിഡൻസ്, ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉറക്കളക്കേണ്ട ആവശ്യമില്ല. 10 മണിയാകുമ്പോൾ കിടക്കുക, വളരെ സമാധാനമായിട്ടിരിക്കുക. ഒന്നുകൂടെ ഒന്ന് നോക്കുന്ന രീതിയിൽ അതെല്ലാം റെഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റിവിഷൻ നടക്കാനുണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കുക എന്നുള്ളതിനപ്പുറത്ത് പുതുതായിട്ടൊന്നും പഠിക്കാൻ വേറെ കുട്ടികൾ ആയിട്ട് നമ്മൾ അങ്ങനെ ഷെയറിങ് എന്ന് വെച്ചാൽ അത് പഠിച്ചോ, ഇത് പഠിച്ചോ, മറ്റേത് നോക്കി, ഇങ്ങനെ നോക്കി, അങ്ങനെ ഒരു ഷെയറിങ് ഒന്നും ആവശ്യമില്ല. നമ്മൾ പഠിച്ചത് നമ്മൾ കൊണ്ടുപോയി എഴുതി വെക്കുക, കഴിയുന്നത് റിലാക്സ് ചെയ്ത് പോവുക. പിന്നെ കിട്ടുന്നത് എത്രയാണെങ്കിലും അത് നമുക്ക് ചിലപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ ഒരു മാക്സിമം വർക്ക് ഉണ്ടായി നമ്മളൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഇത്രയും ചെയ്യുന്നതെന്നും. അത് എന്തായാലും മാഡം പറഞ്ഞല്ലോ, അൺനോൺ റീസൺസ് കൊണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു കുട്ടി പോയി വീണ് ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇടിച്ച് വലത് കൈ പോയി. അവന്റെ സ്ക്രൈബിനെ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുക. അവന് ഉദ്ദേശിച്ച ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. അപ്പോൾ അൺനോൺ റീസൺസ് വേറെ പലതും ഉണ്ടാവും. വീട്ടിലെ സാഹചര്യങ്ങൾ, രക്ഷകർത്താക്കളുടെ സാഹചര്യങ്ങൾ, മാനസിക IQ പ്രശ്നം, ഓർമ്മശക്തി കുറവ്, ഇങ്ങനെ ഒത്തിരി 100 കാരണങ്ങൾ കൊണ്ട് ഇതൊന്നും നമ്മുടെ കഴിവിന്റെ, അത് ഞാൻ എപ്പോഴും പറയും കുട്ടികൾ, ഈ പുസ്തകം പഠിച്ച് നിങ്ങൾ പരമാവധി മാർക്ക് വാങ്ങിക്കുന്നത്, A+ വാങ്ങിക്കുന്നതല്ല നിങ്ങളെ തീരുമാനിക്കുന്ന ഘടകം. അതിനൊത്തിരി കാര്യങ്ങൾ, ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു. അപ്പോ നിന്റെ പാഷൻ എന്താണെന്ന് നീ കണ്ടെത്തി അതിൽ എക്സൽ ആവുമ്പോഴാണ് നീ ലോകത്തിന് സംഭാവന ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഈ A+ വാങ്ങിച്ചിട്ട് നീ ഒന്നും നേടാൻ പോകുന്നില്ല. അപ്പോ അത്തരത്തിൽ അവർക്ക് കൊടുക്കാവുന്ന പക്ഷെ ഈ സിലബസും ഈ കാര്യങ്ങൾ പഠിക്കാതെ മുമ്പോട്ട് പോകാനും പറ്റില്ല. ബേസ് എല്ലാം ഇവിടെ കിടക്കുന്നു. മുമ്പോട്ട് ഈ ലെവലിൽ സയൻസ് പഠിക്കേണ്ടവർക്ക് ഉള്ള കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇതൊന്നും പഠിക്കാതെ +2 പോയിട്ട് കാര്യമില്ല. അവിടെ ചെന്ന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ പഠിച്ചില്ലെങ്കിൽ വീണ്ടും അവിടെ ഹാർഡ് വർക്ക് ചെയ്ത് വീണ്ടും അവിടെ എക്സൽ ആകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഏത് ലെവലിലാണ്. അപ്പം പിള്ളേർ കളിക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ താരം. അപ്പൊ അവർ കളിക്കാൻ കൊടുക്കുക. 10ാം ക്ലാസ്സിലായതുകൊണ്ട് പിള്ളേരെ അടിച്ച് ഒരു മുറിയിൽ അടച്ചിട്ട് പഠിപ്പിക്കുന്ന രീതിയൊക്കെ തെറ്റാണ്. അവരുടെ മാനസികമായ എന്ന് വെച്ചാൽ ബുദ്ധിയുടെ 9 തലങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പക്ഷെ ഈ പരീക്ഷാ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് 10ാം ക്ലാസ്സും പരീക്ഷ സാറിന്റെ പറഞ്ഞാൽ ബോർഡ് എക്സാമിന്റെ കാലം വരുമ്പോൾ, സമയം വരുമ്പോഴത്തേക്ക് വല്ലാത്ത പ്രഷറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് റിലാക്സ് ചെയ്യണമെങ്കിൽ കഴിയുന്നതാരം അരമണിക്കൂർ നിർബന്ധമായും രാവിലെയും വൈകിട്ടും എക്സസൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിമിൽ പങ്കെടുത്തിരിക്കണം എന്ന് നമ്മൾ കമ്പൽസറി ചെയ്യും. സ്കൂളിൽ അതിനൊരു ടീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും പങ്കെടുത്തേ പറ്റും. അങ്ങനെ ഓടി വീണ ഒരു തന്റെ കൈ ഒടിഞ്ഞത് സാറ് എന്നോട് വഴക്കിരിക്കുക, സാറ് പിള്ളേരെ ഫുട്ബോൾ കളിപ്പിച്ചുകൊണ്ടല്ലേ. അവൻ പറയുന്നത് ഇപ്പോഴും, സാറേ അതുകൊണ്ട് സ്ക്രൈബിനെ വെച്ച് എഴുതി, എനിക്കൊരു കുഴപ്പമില്ല. റിലാക്സ് ചെയ്ത് മൈൻഡിനും ബോഡിക്കും റിലാക്സേഷൻ കൊടുക്കാതെ
നമ്മൾ അടച്ചടച്ചിരുത്തി വീണ്ടും വീണ്ടും പഠിപ്പിച്ചാൽ വീണ്ടും വീണ്ടും കുട്ടിയുടെ ഉള്ള സ്ട്രെസ് കൂട്ടാമെന്നല്ലാതെ ഒന്ന് റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ പഠിപ്പിക്കുക. ഏത് കാര്യങ്ങളാണെങ്കിലും വളരെ കോൺഫിഡൻസോടുകൂടി ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടികൾക്കുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നത്. സാറിന്റെ സ്കൂളിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി തോട്ടുകളായിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് രമാവതി. സാറേ നമസ്കാരം. സാറേ, കുട്ടികൾക്ക് കൃത്യമായിട്ട് അന്ന് സാറ് ഇപ്പം സാറ് താങ്ക് യു മാം, സോറി ആദ്യം തുടങ്ങുമ്പോൾ പറയാൻ പറഞ്ഞു. രാജകുമാർ സാറ് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അന്നന്ന് എടുത്ത പാഠം അന്നന്ന് പഠിക്കുന്ന കാര്യത്തില് കുട്ടികളായാലും രക്ഷിതാക്കളായാലും അതുപോലെ ടീച്ചേഴ്സ് ആയാലും ശ്രദ്ധിക്കാറില്ല. അവസാനമാകുമ്പോഴാണ് അവര് ദ്രുതഗതിയിൽ പിന്നെ മോട്ടിവേഷൻ ക്ലാസ് ആണെങ്കിലും അവർക്ക് എന്തെല്ലാം ചെയ്യാനുള്ളത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് പണ്ടത്തെ രീതിയിലുള്ള പഠിത്തമല്ല ഇപ്പം. നമ്മളെല്ലാം പഠിക്കുമ്പോൾ പണ്ട് ഒരു പദ്യം പഠിപ്പിച്ചു കഴിഞ്ഞാല് അത് പിറ്റേ ദിവസം അത് ഒരു അക്ഷരത്തെ പറയുമ്പോൾ ഒരു രീതിയിലുള്ള തെറ്റൊന്നും ഇല്ലാണ്ട് ഫുള്ള് പദ്യം പറഞ്ഞിട്ടേ ഇരുത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പുറത്തായിരിക്കും സ്ഥാനം, പിന്നെ അവിടെ പുറത്തു പോയി നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മള് ഗുണോഷലം ചെല്ലുമ്പം പിന്നെ ING എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ING എന്ന് പറഞ്ഞിട്ട് 25 പറഞ്ഞുകൂടാ. ഉടനെ ആൻസർ പെട്ടെന്ന് പറഞ്ഞിരിക്കണം. കാരണം വീട്ടിൽ നിന്നും അത്രയുള്ള ശിക്ഷണ രീതിയും കാര്യത്തിൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ് പാരന്റ്സും. അതുപോലെ മാഡം പറഞ്ഞല്ലേ, എന്തെങ്കിലും അവർക്ക് എക്സ്ട്രാ സ്കില്ലുണ്ടെങ്കിൽ ഇപ്പം ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടീൻ്റെ ഉള്ളിലുള്ള ഒരു 2 വരി പാട്ട് പാടുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു ചിത്രം വരക്കുക, അതല്ലെങ്കിൽ അവൻ പിന്നെ ഈ കണക്കിലെല്ലാം താല്പര്യമുള്ള കുട്ടികൾ ഒരു ചെസ് ബോർഡെല്ലാം എടുത്തിട്ട് ജസ്റ്റ് പിന്നെ ഏട്ടാ ഒന്ന് കളിക്കാൻ കൂടുമെന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂറെല്ലാം കളിക്കുന്നുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അത് പാരന്റ്സിന് പഠിത്തം മാത്രമല്ലല്ലോ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിനെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ മാഡം പറഞ്ഞ അൺനോൺ ഫാക്ടേഴ്സിൽ കുറെ നേരം രാത്രിയിലിരുന്ന് പഠിച്ചാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന കുട്ടികളുണ്ടാവില്ല. കാരണം അവർക്ക് രാവിലെ തല കറങ്ങിയിട്ട് തല പൊങ്ങാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പെൻ ആരെങ്കിലും മേടിച്ചു കൊടുത്തു വിചാരിക്കുക, അത് മറന്നുപോയി വീട്ടില്, പിന്നെ അതായിരിക്കും വേവലാതിയോ ആ പെന്ന ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പരീക്ഷ നല്ലോണം എഴുതാൻ പറ്റുമായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് പിന്നെ വണ്ടിയിലെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ഒരു ചർച്ചിന്റെ അടുത്തോ അമ്പലത്തിന്റെ അടുത്തോ കാണുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികൾ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടി ഉണ്ടെങ്കിൽ അന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ചെറിയ എന്താ പറയുക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചെറിയ രീതിയിലുള്ള പ്രവൃത്തികൾ അത് കുട്ടികൾ വലുതാകുമ്പോഴും അത് കുറച്ച് കൂടും. അത് ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതൊന്നും പ്രശ്നമില്ല മോനെ, അതിലൊന്നും ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പാരന്റ്സ് അങ്ങനെ കൊണ്ടുവരണം. അതുപോലെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനൊന്ന് തലകറങ്ങി വീണാൽ അത് മതി കുട്ടികൾക്ക് പിന്നെ ആ പരീക്ഷയിൽ മോശമാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അധികം ചില കുട്ടികൾക്ക് ഇപ്പം പാരന്റ്സ് വീട്ടിൽ നിന്ന് കുട്ടികളോട് ഒന്നും ഷെയർ ചെയ്യേണ്ട എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതാൻ പോയിട്ടാകുമ്പോൾ ഏതെങ്കിലും കുട്ടീൻ്റെ നല്ല ഒരു ഗൈഡ് ഉണ്ടായാൽ മതി. അയ്യോ അവന് ഈ ഗൈഡെല്ലാം വെച്ച് പഠിച്ചതാണ്, നമ്മളെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയും കുട്ടികൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ചോദ്യം തന്നെ കുറച്ച് ടഫ് ഉണ്ടായാൽ അതും മതി. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിക്ക് ആദ്യത്തെ ചോദ്യം ടഫ് ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ട്. നേരെ മറിച്ച് ആ ചോദ്യം ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ അവന് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികൾ, എനിക്ക് പറയാനുള്ളത് മാഡം, ഈ കുട്ടികളെ ലൈബ്രറീനെ ആശ്രയിക്കണം എന്നുള്ളതാണ്. കാരണം പഠിക്കുന്ന പുസ്തകം മാത്രം നോക്കിയിട്ട് അപ്പോൾ ലൈബ്രറി ആകുമ്പോൾ വായിക്കാനുള്ള ഒരു ഇതുണ്ടാവും, വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ പാരന്റ്സ് അവന്റെ കൂടെ നിൽക്കണം. മാർക്ക് കുറഞ്ഞ പോലെ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. റിസൾട്ട് വരുമ്പം ഈ മാർക്കിൽ എന്തിരിക്കുന്നത്, ഇനിയിപ്പോ നീ +1 +2 അല്ല, അന്നേരം നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ പറയണം. ഇല്ലെങ്കിൽ അവന് പഠിത്തത്തിൽ തീരെ മോശമായി പോകും. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. മാം അത് പറഞ്ഞപ്പോഴാ പണ്ടത്തെ ഈ ബി ഗൈഡ് എന്ന് പറഞ്ഞ ഒരു ഗൈഡ് ഉണ്ട്, ഈ പബ്ലിഷേഴ്സിന്റെ ഒരു ഗൈഡ് ഉണ്ട്. അപ്പൊ ആ ഗൈഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോകും എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ശശികല മാം, താങ്ക് യു ഫോർ എ വണ്ടർഫുൾ സെഷൻ. നാളത്തെ ദിവസം നമുക്ക് സ്റ്റോറി തെറാപ്പിയാണ്. യെസ് മാം, പറഞ്ഞു, കൺക്ലൂഡ് ചെയ്തു. താങ്ക് യു സർ, വലിയ നിർദ്ദേശങ്ങൾക്ക് നന്ദി. നാളെ എന്താ സാറേ സെക്ഷൻ? നാളെ സ്റ്റോറി തെറാപ്പി, സ്റ്റോറി കഥയിലുമുണ്ട് കാര്യം.
ബുധനാഴ്ചയാണ് മൈൻഡ്ഫുൾനെസിന്റെ ഫോബിയ ത്രൂ മൈൻഡ്ഫുൾനെസ്. അത് ആരാ എടുക്കുന്നത്? അത് ആന്റണി സാർ എടുക്കുന്നത്. ആന്റണി പുത്തമ്പരിക്കൽ സാറ് ഒരു 60 ദിവസത്തോളമായി എല്ലാ ആഴ്ചകളിലും നമ്മൾ ഒരു വർഷത്തിലധികമായി മൈൻഡ്ഫുൾനെസ് മാറും. മൈൻഡ്ഫുൾനെസ് പല വേർഷൻസ് ആണ് എടുക്കുന്നത് എല്ലാ ബുധനാഴ്ചയും. സ്റ്റോറി തെറാപ്പി ആർക്കും എടുക്കാം. നാളത്തേക്ക് ഞാൻ കുറെ പേരുണ്ട് സ്റ്റോറി പറയുന്നവരും. ആരെങ്കിലും ഒരു സ്റ്റോറി പറയും, അവിടെ അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് പോലെ നല്ല കഥകളുടെ മൂല്യങ്ങളൊക്കെ ഏവർക്കും. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷം. Thank you for all. Thank you, ma'am. Thank you, Sabu sir. Okay, ma'am. See you. Good night. Good night.